അസ്സലാമു അലൈക്കും. എജുസൈൻ കരിയർ 5.0 രണ്ടാമത്തെ ദിനത്തിൽ ഇന്നത്തെ രണ്ടാമത്തെ അവതരണമാണ്, ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. റീഇമാജിനിങ് കേരളാസ് എഡ്യൂക്കേഷൻ എ ബ്ലൂ പ്രിൻറ്റ്. ഇന്ന് നമ്മളോടൊപ്പം പാനൽ ഡിസ്കഷനിൽ ചേരുന്നത് അബ്ദുൽ നാസർ UK, പ്രിൻസിപ്പൽ, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഡയറ്റ്, കോഴിക്കോട്. മുഹമ്മദ് അലി പുത്തൂർ, PhD സ്റ്റുഡൻറ്റ്, ഫ്രൈ യൂണിവേഴ്സിറ്റി, ബെർലിൻ. കൂടാതെ നമ്മളോടൊപ്പം ഡോക്ടർ സരിൻ P, സ്ട്രാറ്റജിക് അഡ്വൈസർ, വിജ്ഞാന കേരളം, ഉടനെ ജോയിൻ ചെയ്യും. നമ്മുടെ ഇന്നത്തെ ടോക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അധിഷ്ഠിതമാക്കിയാണ്. കേരള മോഡൽ എന്ന് പറയുന്നത് എപ്പോഴും പ്രകീർത്തിക്കപ്പെടുന്ന, ഉയർത്തി കാണിക്കപ്പെടുന്ന ഒരു മോഡലാണ് കേരള മോഡൽ. ഏതൊരു വിദ്യാഭ്യാസ മോഡൽ പോലെയും മികവുകളുണ്ട്, തീർച്ചയായും പോരായ്മകളുണ്ട്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. എവിടെയൊക്കെയാണ് നമുക്ക് ഗ്യാപ്പുകളുള്ളത് എന്ന് ആ ബോധ്യമുണ്ടാവുകയും അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുക, അതിനുള്ള സജഷൻസ് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ചർച്ചയുടെ ഉദ്ദേശം. അതുകൂടാതെ നിലവിൽ തന്നെ അത്തരം ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി കേരളത്തിൽ നടക്കുന്ന മുന്നേറ്റങ്ങളും നമ്മുടെ സൂചനകളിൽ വരേണ്ടതുണ്ട്. നമ്മുടെ ഒരു പരമ്പരാഗത വിദ്യാഭ്യാസ രീതി, കുട്ടികൾ കാണാതെ പഠിക്കുന്നു, അതുകൊണ്ടുപോയി പരീക്ഷയിലേക്ക് എഴുതുന്നു, ഒരു റോട്ട് ലേണിംഗ് സംവിധാനം. ഈ റോട്ട് ലേണിംഗ് സംവിധാനത്തെ അതിജയിക്കുന്നതിന് വേണ്ടി NEP പുതിയ നിർദ്ദേശം വെക്കുന്നത് കുട്ടികളിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഉണ്ടാവണം, റോട്ട് ലേണിങ്ങിൽ നിന്നവരെ വഴി മാറ്റണം എന്നുള്ളതാണ്. നാസർ സർ ടീച്ചർ ട്രെയിനിങ്ങിലുള്ള ആളാണ്. സോ ഈ റോട്ട് ലേണിങ്ങിൽ നിന്ന് അധ്യാപകരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുക? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ടു എവരിബഡി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു പൊതുബോധം അല്ലെങ്കിൽ പൊതുസമൂഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് മറ്റ് വിവിധ തരം, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഓരോ സ്റ്റേറ്റുകൾക്കും കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടതായതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റുകൾക്കും സ്റ്റേറ്റ് സിലബസുകളുണ്ട്. ദേശീയ തലത്തിൽ നമുക്കറിയാം CBSE പോലെയുള്ള ICSE പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പം പ്രധാനമായിട്ടും ഒരു കമ്പാരറ്റീവ്സിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പഠന രീതിയാണ്, ലേണിങ്ങിൻ്റെ സ്റ്റൈലാണ്. ലേണിങ്ങിൻ്റെ സ്റ്റൈലിൽ പരമ്പരാഗത രീതിയിൽ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഗുരുകുല കാലത്തൊക്കെ ചെയ്തു വരുന്നത് പോലെയുള്ള പറഞ്ഞു കൊടുക്കുകയും കേൾക്കുകയും ചെയ്യുക, ടാബുല രാസ എന്നൊക്കെ ഫിലോസഫീസ് പറഞ്ഞിരിക്കുന്ന ഒഴിഞ്ഞ പാത്രത്തിലേക്ക് നിറച്ചു കൊടുക്കുന്ന പഠനം എന്ന ഒരു രീതിശാസ്ത്രത്തിൽ നിന്ന് ലോകം മൊത്തം മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പെഡഗോജി അല്ലെങ്കിൽ ബോധനശാസ്ത്രത്തിൻ്റെയും അതേപോലെ തന്നെ പഠനത്തിൻ്റെ രീതിയിലും രണ്ട് ടെർമിനോളജികൾ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്ന് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നതാണ്, ജ്ഞാനനിർമ്മിതി എന്ന് പറയും. കുട്ടി അറിവ് നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണ് ഓരോ കുട്ടിയെയും കാണുന്നത്. ആ അറിവ് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അധ്യാപനത്തിലും അതല്ലെങ്കിൽ നമ്മളീ പറയുന്ന അധ്യാപക പരിശീലനത്തിലുമൊക്കെ തന്നെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകം. ആ അറിവ് നിർമ്മാണത്തിന് പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വ്യവഹാര മനഃശാസ്ത്ര രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇന്ന് കൺസ്ട്രക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള പഠന രീതികളും അത്തരത്തിൽ കുട്ടിയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള പഠന രീതികളാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ടെക്നോളജി വലിയ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ഡിസ്റപ്ഷൻ നടന്ന മേഖലയാണ് വിദ്യാഭ്യാസം. മറ്റ് സേവന മേഖലയിലൊക്കെ തന്നെ നമുക്കറിയാം ഈ ഒരു ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻ വളരെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൽ അത് വന്നത് നമുക്കറിയാം കോവിഡാനന്തരമാണ്. കോവിഡ് കാലത്താണ് ഇത്രയും വലിയൊരു ടെക്നോളജിക്കൽ ഡിസ്റപ്ഷൻ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ ഇന്നുപയോഗിക്കുന്ന ഈവൻ സൂം പ്ലാറ്റ്ഫോമും അതേപോലെ തന്നെ ഗൂഗിൾ മീറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ വരെ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഇനി ഒരു 7-8 കൊല്ലം എടുത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വരാനെന്നാണ് പറയുന്നത്. കാരണം കോവിഡിന് മുമ്പേ തന്നെ
ബിസിനസ് മേഖലയിൽ, വ്യവസായ മേഖലയിൽ, ഇൻഡസ്ട്രി മേഖലയിലൊക്കെ തന്നെ അവരുടെ കമ്പനികളുടെ മീറ്റിങ്ങിനും അല്ലാതെയൊക്കെ തന്നെ ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ടെക്നോളജി വിദ്യാഭ്യാസത്തിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള വലിയൊരു മാറ്റം, മറ്റെല്ലാ സേവന മേഖലകളെയും പിന്നിലാക്കിക്കൊണ്ടാണ് ടെക്നോളജി വിദ്യാഭ്യാസ മേഖലയിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പഠന രീതികളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് തന്നെ, നിങ്ങൾ തന്നെ പല തരത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഒന്ന് ബ്ലെൻഡഡ് ലേണിങ്ങുകൾ എന്ന് പറയുന്ന രീതിയിലുള്ള, ഫ്ലിപ്പ് ലേണിംഗ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള സാങ്കേതിക വിദ്യാധിഷ്ഠിതമായിട്ടുള്ള പഠന രീതികൾ ഇന്ന് വന്നിരിക്കുകയാണ്. കൺസ്ട്രക്റ്റീവ് ലേണിങ്ങിലെ ഏറ്റവും നമ്മൾ പറയുന്ന അറിവ് നിർമ്മിക്കുന്ന കുട്ടി എന്ന് പറയുന്നതിൽ, അറിവ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആംബിയൻസും ക്ലൈമറ്റും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അധ്യാപകൻ്റെ പ്രധാന റോൾ. അതൊരിക്കലും റോട്ട് മെമ്മറൈസേഷനിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ ബ്രെയിൻ ബേസ്ഡ് ലേണിംഗ് എന്ന് നമ്മൾ പറയുന്ന തലച്ചോറ്, ന്യൂറോ മേഖലയിലുള്ള പലതരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നിംഹാൻസ് എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള സ്ഥാപനം ഒരു വർഷം മുമ്പ് അവരുടെ ഒരു വലിയ റിസർച്ച് പുറത്തുവിടുകയുണ്ടായി. നമ്മുടെ കൈകൾ മാത്രം എന്തു ചെയ്യുന്നു എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറിനകത്ത് 14 കേന്ദ്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ 14 കേന്ദ്രങ്ങൾ, ഞാൻ ഈ കാര്യത്തിൽ തൊടുമ്പോഴും മുഹമ്മദ് അലി സാറെ തൊടുമ്പോഴും ആ തണുത്ത കുപ്പിവെള്ളത്തിൽ തൊടുമ്പോഴും ഒക്കെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള അറിവിൻ്റെ അംശങ്ങൾ എൻ്റെ തലച്ചോറിലേക്ക് കൊടുക്കുകയാണ്. ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നു. ഈ അറിവിൻ്റെ അംശങ്ങളൊക്കെ ശേഖരിക്കുന്ന സമയത്ത് ഒരു ക്രോസ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഒരു ഘടകം മറ്റൊരു ഘടകത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡക്ഷൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അത്രയും പവറാണ് നമ്മുടെ കൈകൾക്ക് എന്നാണ്. അതുകൊണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ സരിൻ പി, സ്ട്രാറ്റജിക് അഡ്വൈസർ വിജ്ഞാന കേരളം, നമ്മോട് ജോയിൻ ചെയ്യുന്നു. സാർ, എന്നോട് ചോദിച്ചിരിക്കുന്നവർ ഡിസ്കഷനിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: റോട്ട് മെമ്മറിയിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ കാലഘട്ടത്തിലേക്ക് കുട്ടികളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ആലോചിച്ചു വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കൺസ്ട്രക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളായിട്ട് നമ്മുടെ ക്ലാസ് മുറികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇന്ന് നമ്മുടെ ക്ലാസ് മുറികളിൽ ഒരു 10 വർഷം, ഞാനും സരിൻ സാറും ഒക്കെ പഠിച്ചിരുന്ന കാലത്ത് ബെഞ്ചും ഡെസ്കും ആണ് ഒരു സംവിധാനം. അതായത് ഒരു ഭാഗത്തു നിന്ന് ഞാൻ ഈ പറയുന്നത് പോലെ അങ്ങോട്ട് പറയും, ബാക്കി എല്ലാവരും അത് കേൾക്കുന്ന ആളുകളായിരുന്നു. ഇന്ന് മാറിയിട്ട് ക്ലാസ് മുറിയിലെ ബെഞ്ചും ഡെസ്കുകൾ പോലും 2 ഡെസ്കുകൾ അടുപ്പിച്ചു വന്ന് ഡിസ്കഷൻ, ഡിബേറ്റിംഗ് പോലെയൊക്കെയുള്ള ഇൻട്രാക്റ്റീവ് രീതിയിലുള്ള പഠന രീതികൾ ക്ലാസ് മുറിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അധ്യാപക പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഇതേപോലെ ധാരാളം രീതികളുണ്ട്. ഞാൻ പറയുന്നത് സ്ട്രാറ്റജികൾ, പഠനത്തിനുള്ള രീതികൾ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബേസ്ഡ് ആയിട്ടും കൺസ്ട്രക്റ്റീവ് ബേസ്ഡ് ആയിട്ടും ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊരിക്കലും അറിവ് നിർമ്മിക്കുന്ന കുട്ടി എന്നുള്ളതാണ്, മറിച്ച് അല്ലാതെ കാണാതെ പഠിക്കുന്ന തത്തമ്മേ പൂച്ച എന്ന് പറയുന്ന കുട്ടിക്ക് അല്ല സ്ഥാനം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി അധ്യാപന മേഖലയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് 4 Cകളിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു അറിവ് നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ സങ്കേതങ്ങളെ അധ്യാപകരിലേക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അവധിക്കാല പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിലെ ഏറ്റവും ആദ്യത്തെ C എന്ന് പറയുന്നത് ഉള്ളടക്കം. അതായത് ഒരു അധ്യാപകന് ഓരോ കാലഘട്ടത്തിലും കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളടക്കത്തിന് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരിക്കുലം പരിഷ്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കൃത്യമായിട്ട് അധ്യാപകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന പരിശീലനങ്ങൾ അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞെങ്കിൽ കോമ്പിറ്റൻസി ബേസ്ഡ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയും, നമ്മൾ CBTE എന്ന് പറയും. കോമ്പിറ്റൻസി ബേസ്ഡ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി, നമുക്കറിയാം പ്രീ സ്കൂൾ മുതൽ 12th വരെയുള്ളതാണല്ലോ നമ്മുടെ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ സിസ്റ്റം വരെയുള്ള സംവിധാനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കരിക്കുലം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഘട്ടത്തിലും കുട്ടി നേടേണ്ട കോമ്പിറ്റൻസികൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ദേശീയ സിലബസുകളിലായിരുന്നാലും സ്റ്റേറ്റുകളുടെ സിലബസുകളിലായിരുന്നാലും ഒക്കെ തന്നെ ഈ രീതിയിലുള്ള ഒരു കോമ്പിറ്റൻസികളെ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ആകമാനം നടത്തുന്ന അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. മാതൃകാ അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകൾ നടത്തും. എങ്ങനെ? നമ്മുടെ ഇന്ത്യയിലെ മൊത്തം കുട്ടികളുടെ നിലവാരം അളക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ എന്നാണ് ഇതിന് പറയുക. ഇത്തരം സർവേകളിലൊക്കെ തന്നെ അളക്കുന്നത്
കുട്ടികളുടെ കോമ്പിറ്റൻസിയാണ്. ഇപ്പോൾ ബീഹാറിലെ ഒരു കുട്ടിയും കേരളത്തിലെ ഒരു കുട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ഈ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടി ഇവിടുത്തെ കുട്ടി നേടണം. 3ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി നേടേണ്ട കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ക്രൊസെക്ഷണലാണ്, എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെയാണ്. ആ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള കരിക്കുലങ്ങളാണ് സ്റ്റേറ്റിലുള്ള നമ്മൾ പറയുന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ തയ്യാറാക്കുന്ന കരിക്കുലത്തിൽ പോലും ഈ ഒരു കോമ്പിറ്റൻസികൾ എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കോമ്പിറ്റൻസി ബേസ്ഡ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് ഇത്തരത്തിൽ അറിവ് നിർമ്മാണത്തിന്, നേരത്തെ പറഞ്ഞ റോട്ട് മെമ്മറി എന്നതിനപ്പുറമായിട്ട് കുട്ടിക്ക് പ്രായത്തിനും അവൻ്റെ പ്രകൃതത്തിനും അനുയോജ്യമായ രീതിയിലുള്ള പഠന രീതികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതാണ്. മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത്, മൂന്നാമത്തെ സി എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് ബേസ്ഡ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ തന്നെ പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കുട്ടികളെ ആദ്യത്തെ 2 ആഴ്ച സന്മാർഗ പഠനം എന്ന് പറയുന്ന ഒരു പാക്കറ്റായിട്ട് കൊടുക്കാൻ പറ്റാത്തതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊരു തിരുത്താണ്. അതായത് വാല്യൂ ഇൻകൾക്കേഷൻ എന്ന് പറയുന്നതും വാല്യൂ അഡിഷൻ എന്ന് പറയുന്നതും വാല്യൂ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നതും കരിക്കുലത്തിൽ അക്രോസ് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. പക്ഷേ അത് പലപ്പോഴും നമ്മുടെ ഈ ഒരു മാർക്കിന് മാത്രം അധിഷ്ഠിതമായിട്ടുള്ള പഠന രീതിയും പരീക്ഷകൾ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയും വന്നപ്പോൾ വാല്യൂസ് എന്നുള്ളതിന് വല്ലാതൊരു വെയിറ്റേജ് കൊടുക്കുന്നതിൽ അധ്യാപക സമൂഹവും അതേപോലെ തന്നെ പൊതുസമൂഹവും ഒക്കെ തന്നെ പരാജയപ്പെട്ടു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു കാര്യം. അല്ലാതെ ഒരാഴ്ച മാത്രം സന്മാർഗ പഠനം കൊടുക്കുക എന്നുള്ളതല്ല. ആ ഒരു തിരുത്ത് തുടങ്ങാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ കരിക്കുലത്തിൽ എല്ലായിടത്തും ഇതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നതാണ്. 4ാമത്തെ സി കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന പഠനമായിരുന്നാലും ബോധന രീതിയായിരുന്നാലും ഇതിലൊക്കെ തന്നെ നൈരന്തര്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഉള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ കാര്യം എ ഐ വന്നു എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എല്ലായിടത്തും എ ഐ ആയിരിക്കും. കൊട്ടക്കണക്ക് ഈ ബാങ്കുകാരൊക്കെ പറയുന്നത് പോലെ ഒറ്റത്തവണ തീർപ്പാക്കൽ പരിപാടിയാണ്. ഒരു പുതിയ സംവിധാനം വന്നാൽ അന്നേരം എല്ലാവരും അതിൻ്റെ പിന്നാലെ പായി. മറിച്ച് സ്ഥിരമായിട്ട് നമ്മുടെ ഒരു കൾച്ചറിനും അതേപോലെ തന്നെ നമ്മുടെ ഒരു സമൂഹ വ്യവസ്ഥിതിക്കും പൊതുബോധത്തിനെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള നിരന്തരമായ രീതിയിൽ എൻഗേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് കാലത്തെ ആ രീതികളിൽ നിന്ന് മാറിയിട്ട് ഇന്ന് കുട്ടിക്ക് എത്രയോ കാര്യങ്ങൾ ഉരുവിട്ട് പറയുന്നതിനപ്പുറമായിട്ട് അവൻ്റെ കോണ്ടെക്സ്റ്റൽ ഇൻ്റലിജൻസിന് പ്രാധാന്യം കൊടുക്കുന്ന, സന്ദർഭോചിതമായിട്ട് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിലുള്ള ലൈഫ് സ്കില്ലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പഠന രീതിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തുടനീളം നടക്കുന്ന മാറ്റങ്ങൾക്ക് കേരളം കൂടി ഭാഗഭാക്കാകുന്നത് മാത്രമേ ഉള്ളൂ. താങ്ക് യു. സാർ ഇപ്പോൾ പറഞ്ഞതിൽ സ്കിൽ ബേസ്ഡ് അല്ലെങ്കിൽ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു. വിദ്യാർത്ഥികളിലേക്ക് സ്കിൽ ബേസ്ഡ് ആയ കോമ്പിറ്റൻസി ബേസ്ഡ് ആയ എഡ്യൂക്കേഷൻ എത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രസ്സും അപര്യാപ്തതയൊക്കെ അതിനകത്തുണ്ട്. ഫ്രൈ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് അലി പുത്തൂർ. എന്താണ് നിങ്ങൾക്ക് ഈ 2 എക്സ്പോഷറിൽ നിന്ന് തോന്നിയത്? കേരളത്തിലെ ഈ സ്കിൽ ബേസ്ഡ് എക്സ്പോഷറും നിങ്ങൾ പുറത്തു പോയി കണ്ടതുമായി തമ്മിൽ എന്തെങ്കിലും അന്തരമുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് സജഷൻസാണ് ഉള്ളത്? ഞാൻ ഇവിടെ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന 2 ആളുകളുള്ളതുകൊണ്ട് കുറച്ച് റിബലാവാൻ ശ്രമിക്കാം. അത് ഒരു നിഷേധിയാവുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, നമ്മൾ ചർച്ചയ്ക്കൊരു സഹായമാകട്ടെ എന്നുള്ള നിലയിലാണ്. പിന്നെ മജീദ് സാർ സംസാരിച്ചപ്പോൾ ഞാൻ ആക്ച്വലി ആഗ്രഹിച്ചത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കൂളുകളിൽ നടന്നിരുന്നുവെങ്കിൽ എന്നാണ്. അത് നിഷേധാത്മകമായി കംപ്ലീറ്റ്ലി പറയുകയല്ല. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സംവിധാനങ്ങളും ഇത്തരത്തിൽ ആലോചിക്കുകയും ട്രെയിനിങ്ങുകൾ നിരന്തരം നടത്തുകയും ചെയ്യുന്നു എന്ന സത്യമാണ്. എന്നാൽ നമ്മളിപ്പോൾ സ്കൂളിൽ നിന്നിറങ്ങുന്നൊരു കുട്ടിയെ മൈക്രോസോഫ്റ്റ് എക്സൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഉള്ള എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അത്യാവശ്യം ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഫീച്ചേഴ്സുകളെ കുറിച്ച് അവർക്ക് എത്രമാത്രം കാര്യപ്രാപ്തിയുണ്ട് എന്നതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെവിടെയാണ് ലാക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് നമുക്ക് എക്സ്പേർട്ടുകളില്ലാത്തതോ പദ്ധതികളില്ലാത്തതോ അല്ല. കേരളത്തിന് അങ്ങനെ ഒരു വീക്ഷണക്കുറവുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതേ സ്ഥാനത്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്താണ് 2008 ആ സമയത്താണ് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം സ്കൂളുകളിലേക്ക് സാർവത്രികമാക്കുക എന്നൊരു നിലപാട് ഗവൺമെൻറ് എടുക്കുന്നത്. അന്ന് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം തുടങ്ങി ലാബുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞൊരു സമയമാണ്. പക്ഷേ വലിയ വീക്ഷണത്തോടെ തുടങ്ങിയൊരു സാധനമാണ്. പക്ഷേ അന്നത്തെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ,
IT അധ്യാപകരില്ല. IT അധ്യാപകരില്ലാത്തത് ആദ്യം PTA വെച്ച് അധ്യാപകരെ നിയമിച്ച് പഠിപ്പിച്ച് തുടങ്ങി. എങ്കിൽ പോലും അതൊരു സാർവത്രികമാകുന്ന സമയത്തുള്ളൊരു പ്രശ്നമുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടായിരുന്നത് എല്ലാ അധ്യാപകർക്കും ട്രെയിനിങ് കൊടുക്കുക, അവർ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ തമാശ പറയാറുണ്ട്. 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സാറ് IT സാറ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള സെമിനാർ നടത്താം. അടുത്ത ദിവസം വന്നിട്ട് നടക്കുന്നത് കമ്പ്യൂട്ടർ ഉപയോഗത്തിൻ്റെ മെച്ചങ്ങളെക്കുറിച്ചുള്ളൊരു ചർച്ച നടത്താം. അതിപ്പോൾ ലാബിൽ പോവാതെ കമ്പ്യൂട്ടർ 2 കൊല്ലം പഠിച്ച ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊരു പ്രാവർത്തിക തലത്തിൽ ഇതിനൊരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനിൽ. അതേ സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത്, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഉച്ചനീചത്വങ്ങളെ ഒരു പരിധിവരെ തടുത്തു നിർത്താൻ കഴിഞ്ഞ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും വിദ്യാഭ്യാസത്തെ എത്തിക്കാൻ കഴിഞ്ഞ ഒരു വിദ്യാഭ്യാസം കൂടിയാണ്. ഞാൻ അതിൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ്. കേരളത്തിൽ +2 വരെ മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുകയും കേരളത്തിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യുകയും ചെയ്തതിന് ശേഷം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകാനും പിന്നീടൊരു അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ PhD ചെയ്യാനും അവസരം കിട്ടിയ ഒരാൾ കൂടിയാണ്. അപ്പം ഇതിനോടുള്ളൊരു നന്ദികേട് എന്നുള്ള നിലയിൽ പറയുകയല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാമൂഹ്യ പരിതസ്ഥിതിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഡ്രീം ചെയ്യാനും അച്ചീവ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് തുടക്കം മുതൽ വലിയ റോളുണ്ട്. അതേ സ്ഥാനത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളെ ടീച്ചിങ് ട്രെയിനിങ്ങിൻ്റെ താഴത്തേക്ക് എത്രമാത്രം അരിച്ചിറങ്ങുന്നുണ്ട്, അത് ക്ലാസ് റൂമുകളിൽ എത്രമാത്രം എത്തുന്നുണ്ട് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ സരീൻ സാറിനോടാണ് അതിനോട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേരളത്തിൽ ഒരുപാട് ഗ്രാജുവേറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, എല്ലാ മേഖലയിലുള്ള ഗ്രാജുവേറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് അലി പറഞ്ഞതുപോലെ ഇന്നോവേറ്റേഴ്സിൻ്റെ കുറവ്, കോമ്പിറ്റൻസി ഇല്ലാത്തതിൻ്റെ പോരായ്മ ഒക്കെ പറയുന്നുണ്ട്. അത് പോളിസി തലത്തിലുള്ള പ്രശ്നമാണോ? അല്ല, പോളിസി ഉണ്ട്, പക്ഷെ അത് ഇംപ്ലിമെൻറ്റേഷൻ്റെ പ്രശ്നമാണെന്ന് മുഹമ്മദ് അലി ഉയർത്തുന്നുണ്ട്. ഇത് രണ്ടും, ഇതിലേതാണ് സാറിന് പറയേണ്ടത്? പോളിസി പ്രശ്നമാണോ അല്ല ഇത് ഇംപ്ലിമെൻറ്റേഷൻ്റെ പ്രശ്നമാണോ? ഇതൊരു മനസ്ഥിതിയുടെ പ്രശ്നമാണ് ആക്ച്വലി. അതായത് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് അച്ചീവ് ചെയ്യാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന ബോധ്യം കൃത്യമായില്ലാതെ പോകുന്നതിൻ്റെ ഒരു കളക്റ്റീവ് ഫെയിലിയറാണിത്. അതൊരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ പരാജയം എന്ന് വേണമെങ്കിൽ വിളിക്കാം. പരാജയം എന്ന് പറയുമ്പോൾ അമ്പേ പരാജയം എന്നല്ല അർത്ഥം. നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സൂചികകളിൽ നമ്മൾ എത്തിക്കാണാൻ നമ്മൾ തന്നെ ആഗ്രഹിക്കുന്നത് വലിയൊരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ പൊട്ടൻഷ്യലിനെ അണ്ടർ യൂട്ടിലൈസ് ചെയ്ത പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വേണ്ട വിധത്തിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ 4 കോടി മനുഷ്യരുമായി ബന്ധപ്പെട്ട് അവരുടെ പുതിയ തലമുറയ്ക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത്, എവിടെ എത്തിക്കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായൊരു കൺസെപ്റ്റ് വേണം. അതിന് നമ്മുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ മുന്നോട്ട് പോകണം, തൊഴിലിടങ്ങൾ എങ്ങനെയുള്ളതായി തീരണം, വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഒരു മനുഷ്യൻ്റെ പ്രൊഡക്ടിവിറ്റിയെ, അവൻ്റെ ഉൽപാദനക്ഷമതയെ അല്ലെങ്കിൽ അവൻ്റെ കാര്യക്ഷമതയെ അങ്ങനെ തന്നെ വിളിക്കാം, അയാളുടെ കർമ്മശേഷി എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അത് ചിലപ്പോൾ ക്രിയേറ്റീവ് ആവാം, ഫിസിക്കലാവാം, പലതരത്തിലാവാം. അപ്പോൾ സർഗാത്മകമായിട്ടുള്ളതാവാം, കായിക മികവിൻ്റെ ബലത്തിലാവാം, ലേബർ എന്ന് നമ്മൾ പറയുന്ന പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന കായികമായിട്ടുള്ള അധ്വാനമാവാം, ചിലപ്പോൾ രണ്ടിൻ്റെയും മിശ്ര രൂപങ്ങളാവാം, പലതരത്തിലുള്ള രീതിയിലുള്ള ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലേക്കാവാം. എന്തൊക്കെ തന്നെയായാലും ഈ സമൂഹത്തിലെ എല്ലാത്തരം ആളുകളെയും ഉൾക്കൊള്ളുന്ന വിധം അത്തരം സാധ്യതകളെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്നും അതിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസം അവരെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും ഡിഗ്രികളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ശതമാനക്കണക്കിലോ ഒക്കെ അഭിരമിക്കുന്ന ഒരു സ്വഭാവം, ഒരു പൊതുപ്രവണത നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും A+കളെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ സെലിബ്രേറ്റ് ചെയ്യുന്നവർക്കും അറിയില്ല, കിട്ടുന്നവർക്കും അറിയില്ല. പക്ഷേ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതൊരു ചടങ്ങാണ്. ഫുൾ A+ കിട്ടിയാൽ നാട്ടിലെ ഫ്ലെക്സ് വയ്ക്കാൻ സംഘടനകൾ മത്സരിക്കുകയാണ്. എന്നാൽ എത്രയോ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ സഞ്ചരിച്ച് ഈ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ളവർ അതേ നാട്ടിലുണ്ട്.
അവരെ തിരിച്ചറിയാൻ ആ കുട്ടികൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം അവർക്ക് അത്ര എക്സ്പോഷർ ഇല്ല. എന്നാൽ ഈ സംഘാടകർക്ക് അതിനുള്ള കാര്യബോധമുള്ളവരാണ്, പരസ്പരം പരിചയമുള്ളവരാണ്. എന്നാൽ പോലും അത് പരിചയപ്പെടുത്തില്ല. അങ്ങനത്തെ ഒരു വലിയ അപകടം നമുക്കുണ്ട്. നമ്മൾ എന്തിനെയാണ് ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആരോ പറഞ്ഞു വെച്ച് എന്തിനെയൊക്കെയാണ് ആഘോഷിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്ത് എന്ന് നമ്മൾ കൃത്യമായി അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. നമ്മളത് മറികടക്കാൻ ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന് ഞാൻ 2 മിനിറ്റ് എടുത്ത് അവസാനിപ്പിക്കാം. കേരളത്തിൻ്റെ അതിജീവനത്തിന്, കേരളത്തിൻ്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വികസനത്തിന്, സുസ്ഥിരമായിട്ടുള്ള വികസനത്തിന്, ആനന്ദകരമായിട്ടുള്ള ജീവിതത്തിന്, അല്ലേ, നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. നമ്മളെല്ലാവരും ആത്യന്തികമായി അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം, സമൂഹത്തിലും സന്തോഷം നിലനിൽക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും ഇവിടുത്തെ ഇക്കോണമിയും ഒക്കെ ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം കൃഷി എന്നുള്ള സ്വാഭാവിക ഉത്തരമായിരുന്നു. എത്രയോ കാലം മുതൽ കൃഷി ശീലിച്ച മനുഷ്യൻ കൃഷിയിലൂടെ തന്നെ വികസിക്കുക എന്നുള്ള ആലോചനയിലാണ് കേരള സർക്കാർ തുടക്കകാലങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ത്യ സർക്കാർ തന്നെ തുടക്കകാലങ്ങളിൽ കൃഷിയാണ് നമ്മുടെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയെ കൊണ്ടുവരാൻ ശ്രമിച്ചു, വ്യവസായങ്ങളിലൂടെ എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു. പിന്നെ അത് സർവീസ് സെക്ടർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനെ കൊണ്ടുവരാൻ നോക്കി. നമ്മളിങ്ങനെ പലതും ശ്രമിക്കുമ്പോൾ പരിതസ്ഥിതികൾക്കനുസരിച്ച് അത് എങ്ങനെയായിരിക്കണം കേരളത്തിന് വേണ്ടത് എന്നുള്ള ഒരു ദീർഘവീക്ഷണം എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ പോലും അതിനിടയിലൂടെ ഇവിടുത്തെ മനുഷ്യരുടെ വിഭവശേഷിയെ നമ്മൾ ആത്യന്തികമായി ബലപ്പെടുത്തണം എന്നുള്ള ഒരു രാഷ്ട്രീയ ഒരു സൈദ്ധാന്തിക അടിത്തറ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന മാനവിക മൂല്യങ്ങളോട് താല്പര്യപ്പെടുന്ന സകല മനുഷ്യർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകിയത്. അങ്ങനെയാണ് പൊതു ആരോഗ്യവും പൊതുവിദ്യാഭ്യാസവും ഇന്ത്യയിൽ എവിടെയുമില്ലാത്ത വിധം, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ എവിടെയുമില്ലാത്ത വിധം കേരളത്തിൽ ഒരു അവകാശബോധത്തിൻ്റെ ഭാഗമായി തീർന്നത്. ആ അവകാശബോധത്തിൻ്റെ ഭാഗമായി തീർന്നതിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ സർക്കാർ, ഞാനും ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ചാണ്. എൻ്റെ 10ാം ക്ലാസ് 1999 SSLC കഴിഞ്ഞ ആളാണ്. ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയന്നൂർ. അപ്പോൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മിടുക്കരാണ് എന്നുള്ളതിന് ഇനി വേറൊരു സാക്ഷ്യപത്രത്തിൻ്റെ ഒന്നും ആവശ്യം അന്നും ഇന്നുമില്ല കേരളത്തിൽ. മിടുക്കിൻ്റെ ഒരു മാനദണ്ഡത്തിൻ്റെ പേരിലൊന്നുമല്ല കുട്ടികൾ പല സ്കൂളുകളിലും പഠിക്കുന്നത്. അത് വീണ്ടും ഈ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ സമൂഹം നടത്തുന്ന ചില നിർബന്ധ ബുദ്ധികളുടെ പേരിലാണ്. അപ്പോൾ ഇനി കേരളം എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതിനെങ്കിലും നമുക്ക് കൃത്യമായ ഉത്തരം വേണം. ഇതുവരെ എവിടെ എത്തി എന്നുള്ളതിന് നമ്മൾ പറ്റാവുന്ന വിധമൊക്കെ എവിടേക്കോ എത്തിച്ചു. പക്ഷെ ഇനി പോണ പോലെ പോയാൽ പോരാ. അപ്പം ഇതിന് എവിടെയെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകണം. ഇപ്പം കേരളത്തിൻ്റെ സപ്തതി ആഘോഷിക്കാൻ പോവുകയാണ് 2026. സപ്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 വയസ്സാണ്. 1956 ഉണ്ടായ ഒരു സംസ്ഥാനം 70 വർഷം കൊണ്ട് എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു ഗോൾ എന്ന് പറയുന്നത് ശതാബ്ദിയാണ്, 100 വർഷം. ഇപ്പോൾ 2056 എത്താൻ പോകുന്ന കേരളത്തിനെ 2026 മുതൽ അല്ലെങ്കിൽ 2025 മുതൽ എങ്ങനെയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കൊക്കെയാണ് സർക്കാർ കൃത്യമായ പഠനത്തിലൂടെയും ഈ നമ്മുടേതായിട്ടുള്ള സാഹചര്യങ്ങളുടെ വിലയിരുത്തലിലൂടെയുമൊക്കെ ഇതൊരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, നോളജ് ഇക്കോണമി എന്ന് പറയുന്നതിൻ്റെ ഒരു പയനിയർ ആവാൻ പറ്റും, മുൻപേ ഗമിക്കുന്ന ഒരു പ്രദേശമാകാൻ പറ്റും, ലോകത്തിന് മാതൃകയാകാൻ പറ്റുമെന്ന കൃത്യമായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്നത്. വീണ്ടും നോളജ് എന്നുള്ള വാക്കിനൊരു പ്രശ്നമുണ്ട്. മലയാളിയെ സംബന്ധിച്ചോളം നോളജ് എന്ന് പറഞ്ഞാൽ അറിവ്, അറിവ് എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധി എന്ന് പറഞ്ഞാൽ മാർക്ക്. ഇതാണ് പ്രശ്നം. വീണ്ടും അത് A+. ഇതല്ല അറിവ്. ഒരു ജോലി ചെയ്യാനുള്ള കഴിവാണ് അറിവ്. ഒരു ഡെഫിനിഷനാണ്, ഒരു ഡെഫിനിഷൻ. ഒരു ജോലി ചെയ്യാനുള്ള കഴിവാണ് അറിവ്. അപ്പോൾ തെങ്ങ് കയറാൻ അറിയുന്നവൻ അറിവുള്ളവനാണ്, നോളജബിൾ ആണ്. അവൻ അതിൽ നിന്ന് ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടാവുകയാണ്, അല്ലേ? അവനത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആനന്ദവും അവന് കിട്ടുകയാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങളെ കാണാൻ, തൊഴിലെടുക്കാനുള്ള അറിവ്, ആ നോളജ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ ആശയങ്ങൾ ലോകത്ത് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ അച്ചീവ് ചെയ്ത ബേസിക് എഡ്യൂക്കേഷണൽ ലെവൽ കൊണ്ട് നമ്മളാണ് ഏറ്റവും കൂടുതൽ ആ പറയുന്ന ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്താൻ പറ്റുന്ന ഒരു ജനസമൂഹം. ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ, കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗപ്പെടുത്തി പ്രൊഡക്ടിവിറ്റിയെയും സർവീസിനെയും ഒക്കെ ഏറ്റവും മികച്ചതാക്കാൻ പറ്റുന്ന
എൻ്റർപ്രൈസുകളെ, ഇൻഡസ്ട്രി എന്നുള്ള വാക്ക് പറഞ്ഞാൽ വീണ്ടും അപകടമാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രി, വ്യവസായം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പുകക്കോയിൽ ഓർമ്മ വരണം, പിന്നെ അഴുക്കുചാൽ ഓർമ്മ വരണം, പിന്നെ കുത്തക മുതലാളിനെ ഓർമ്മ വരണം, പിന്നെ സമരങ്ങൾ, പണിമുടക്കുകൾ ഓർമ്മ വരണം. ഇൻഡസ്ട്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മലയാളിയുമായി ബന്ധപ്പെട്ട്. എന്നാൽ എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ, സംരംഭം എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുകയാണ്. എൻ്റർപ്രൈസിങ് ആവുകയാണ് ആളുകൾ. അപ്പോൾ ഇനി ഇൻഡസ്ട്രി എന്നുള്ള വാക്ക് ഒരു ആവശ്യമില്ലാണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട, പകരം സംരംഭം, സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നതിൻ്റെ രീതികളാവട്ടെ, സംരംഭങ്ങൾ, എൻ്റർപ്രൈസ് എന്ന് പറയുന്ന രീതികളാവട്ടെ, അങ്ങനെ ഈ ഇരിക്കുന്ന ചെറിയ കുട്ടികളും അവരുടെ അധ്യാപകരുമായിട്ടുള്ള ആളുകളടക്കം ഉപയോഗിക്കുന്ന വാക്കുകളിൽ പോലും സൂക്ഷ്മത വരുത്തിയാലാണ് ഒരു തലമുറ പ്രചോദിപ്പിക്കപ്പെടുക. അപ്പോൾ ഈ നോളജ് ഇക്കോണമിയിലേക്കുള്ള മാറ്റത്തിന് വേണ്ടി എംപ്ലോയബിൾ ആക്കാൻ പറ്റുന്ന ഒരു വലിയ ജനസമൂഹം ഇവിടെയുണ്ട്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ അത്തരത്തിലുള്ള ആശയങ്ങളെ കേരളത്തിലേക്ക്, അതിൻ്റെ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഉണ്ടാക്കിയെടുക്കാനുള്ള സെൻറ്റേഴ്സ് പല കമ്പനികളുടെ കേരളത്തിൽ വരണം. കേപ്പബിലിറ്റി സെൻറ്റേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ അത് കാര്യക്ഷമമായി കൊണ്ടു നടക്കാനുള്ളതിൻ്റേതായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ സ്റ്റൈലിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന സെൻറ്റേഴ്സ് കേരളത്തിൽ വരണം. കേരളത്തിൽ നിന്ന് തന്നെ അത്തരം സ്റ്റാർട്ടപ്പുകൾ വേണം, യൂണിക്കോണുകൾ വരണം. അങ്ങനെ നമുക്ക് പലതരത്തിൽ ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും, അങ്ങനെ 2056 ലോകം കേരളത്തെ നോക്കി ഇതാ ഇതുപോലെയാകണം എന്നും പറയാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, വി ഹാവ് ഐഡൻറ്റിഫൈഡ് ദ പ്രോബ്ലം. നമുക്കിനി അത് സോൾവ് ചെയ്യണം. ഒരു 30 വർഷത്തെ ഒരു പ്ലാനിട്ട് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റൂ. ഒരു രാത്രി കൊണ്ട് ഇരുട്ടി വെളുക്കുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. പകരം കൃത്യതയോടുകൂടി തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളുടെയും പൊതുസമൂഹത്തിൻ്റെയും കൂട്ടുത്തരവാദിത്തമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ മാറ്റം കേരളത്തിൽ സംഭവിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഒരു ദൃഢനിശ്ചയമായിരിക്കും ഇനിയുള്ള കാലങ്ങളിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാനുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നോളജബിൾ ആവുക എന്ന് പറയുന്നതും എംപ്ലോയബിൾ ആവുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് എന്ന സാധനത്തിലേക്ക് സാർ പറഞ്ഞല്ലോ. നമുക്കറിയാം, കേരളത്തിലെന്നല്ല ഏത് വിദ്യാഭ്യാസ രീതികൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മൾ കാണുന്ന വിദ്യാർത്ഥികൾ, പഠനം കഴിഞ്ഞവർ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നു, അവർ നോളജബിൾ ആണ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സ് ആണ്, അവർ എംപ്ലോയബിൾ ആണോ എന്നൊരു ചോദ്യമുണ്ട്. വർഷങ്ങളായി വിദ്യാർത്ഥി സംഘടനയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള SSFൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ജാഫർ സിയൻ. നിലവിൽ റിസാല അപ്ഡേറ്റിൻ്റെ CEO കൂടിയാണ്. ഈ രണ്ട് മേഖലയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഗ്യാപ്പിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്? ഞാനിങ്ങനെ ഇവിടെ കേൾക്കുമ്പോൾ ഇങ്ങനെ തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ, സത്യത്തിൽ ഈ തിയറിക്കും പ്രാക്ടിക്കലിനും ഇടയിലുള്ളൊരു ഡിലെമയിലാണ് നമ്മുടെ കുട്ടികൾ നിൽക്കുന്നത് എന്ന് പലപ്പോഴും കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തോന്നാറുണ്ട്. നമ്മുടെ മനോഹരമായിട്ടുള്ള നമ്മുടെ സങ്കല്പങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ഇത് പ്രയോഗതലത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇതൊന്നും അല്ല അവിടെ ഗ്രൗണ്ടിൽ നടക്കുന്നത്. വിസ്ഡത്തിന് കീഴിൽ തന്നെ നടക്കുന്ന ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഇൻ്റർവ്യൂവിനേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി വന്നു. ആ കുട്ടി സെൻട്രൽ ഗവൺമെൻറ്റിന് മുമ്പിൽ ഒരു ഐഡിയ സമർപ്പിക്കുകയും അങ്ങനെ ഒരു മത്സരത്തിൽ സമ്മാനം ലഭിക്കുകയൊക്കെ ചെയ്ത കുട്ടിയാണ്. 5 ലക്ഷം രൂപയുടെ മറ്റോ ഫെലോഷിപ്പ് വാങ്ങിയ കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനും ടീച്ചറും തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നു സ്കൂളിൽ. ആ കുട്ടിയോട് ഇതിൻ്റെ ഭാവി എന്താണ് എന്ന ചോദ്യത്തിന് കുട്ടി മറുപടി പറഞ്ഞത്, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല, കാരണം ലോകം ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ്, അതുകൊണ്ട് എനിക്ക് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഗോൾസ് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ എന്നിട്ട് കുട്ടിയോട് കൂടുതൽ സംസാരിക്കുമ്പോൾ കുട്ടി പറയണത്, ഞാനും ടീച്ചറും തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് ആയിരുന്നു ക്ലാസ്സിൽ. കാരണം ഞാൻ പറയണതൊന്നും ടീച്ചർക്ക് മനസ്സിലാവണില്ല. ടീച്ചർ അവസാനം ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ നിങ്ങൾക്ക് വേണ്ടത് A+ ആണ്, ഞാനത് തരും, എന്നെ നിങ്ങൾ ശല്യം ചെയ്യരുത്. നിങ്ങൾക്ക് A+ ഞാൻ തരും, നിങ്ങൾ എന്നെ എന്ത് ചെയ്യരുത്, ശല്യം ചെയ്യരുത്. ഇത് പറയുന്ന കുട്ടികളാണ് നമ്മുടെ ക്ലാസ് മുറിയിലുള്ളത്. ഈ കുട്ടികളുടെ സങ്കല്പങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർ കാണുന്ന ലോകത്തേക്ക് വളരാൻ നമ്മുടെ അധ്യാപകർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാജൻ ഗുരുക്കൾ എഴുത്തിൽ അഭിമുഖത്തിലെ സാധനം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നം സ്കോളേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു രീതി എന്ന് വെച്ചാൽ ഗ്രാജുവേഷൻ നേടണം അല്ലെങ്കിൽ PSc ലഭിക്കണം. നിങ്ങൾ എത്ര വലിയ സംഭവം എത്തിച്ചേർന്നാലും ഒരുപക്ഷെ മുഹമ്മദിലേക്ക് ആ ചോദ്യം നേരിടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ജർമ്മനി ഫ്രൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് PSc കിട്ടിയില്ലേ എന്ന ചോദ്യം അദ്ദേഹം നേരിടാൻ സാധ്യതയുണ്ട്. ഡൽഹി ലോ കോളേജിലേക്ക് LLBക്ക് പോയപ്പോൾ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അവിടെ എത്തിയ ഉടനെ ഇവിടുത്തെ നാട്ടുകാർ അദ്ദേഹത്തോട് ചോദിച്ചതല്ല, ഇവിടെ ഒന്നും കിട്ടിയില്ലല്ലേ. ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ ലഭിക്കുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലേ എന്നൊരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിൽ വലിയൊരർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ കാഴ്ചപ്പാടുകൾ മാറ്റം വേണം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ അധ്യാപകർക്ക് ഈ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തോന്നുന്നുണ്ട്. നമ്മൾ ഈ കോഴിക്കോട് ടൗണിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളുടെയും മേലെ BVOC കോഴ്സുകൾ നടക്കുന്നുണ്ട്. ഏത് യൂണിവേഴ്സിറ്റിയാണ് എന്ന് ചോദിച്ചാൽ ആ യൂണിവേഴ്സിറ്റിക്ക് പ്രത്യേകിച്ചൊരു അഡ്രസ്സും കണ്ടിട്ടില്ല. എന്തായാലും കുഹാസ് അല്ല, ഹെൽത്ത് യൂണിവേഴ്സിറ്റി അല്ല. കേരള ഗവൺമെൻറ്റിനോട് ഒരു വിവരാവകാശ പ്രകാരം ഈ ചോദ്യം ചോദിച്ചു, കേരളത്തിലെ ഇത്തരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് BVOC കോഴ്സുകൾ നടത്താൻ അനുമതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല.
ഈ കോഴ്സുകൾക്കെതിരെ വല്ല പരാതിയും ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കോഴ്സുകൾക്കെതിരെ വല്ല നടപടി എടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ BVOC കോഴ്സുകൾക്ക് മുഴുവൻ എത്തിച്ചേരുന്ന കുട്ടികൾ +2 കഴിഞ്ഞാൽ പിന്നെ ആ വലിയൊരു ബൂമിങ്, പ്രത്യേകിച്ച് ഈ എഡ്യു എക്സ്പോകൾ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഈ എഡ്യു എക്സ്പോകളിൽ നടക്കുന്നൊരു വലിയ സ്കാം എന്ന് തോന്നിയിട്ടുള്ളൊരു സംഭവം ഈ സ്റ്റാളുകളുണ്ടാവും. ഈ സ്റ്റാളുകളിൽ നടക്കുന്നത് അവരവരുടെ കാര്യങ്ങൾ ബൂം ചെയ്യാണ്. അപ്പോൾ എന്തിനാണ് ഇത് ഈ BVOC കോഴ്സുകളോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള കോഴ്സുകൾ കഴിഞ്ഞു വന്നാൽ ഇവർക്കൊരിക്കലും ഈക്വലൻസി കിട്ടില്ല, ഇവർക്കൊരിക്കലും അറ്റസ്റ്റേഷൻ കിട്ടില്ല, ഇവർക്കൊരിക്കലും ഫാർമസി കൗൺസിലിൻ്റെയോ പാരാമെഡിക്കൽ കൗൺസിലിൻ്റെയോ അംഗീകാരം കിട്ടില്ല, ഒന്നും കിട്ടില്ല. 4 വർഷം കഴിഞ്ഞ് ഇവർ ഇതേ ഹോസ്പിറ്റലിൽ 5000-6000 രൂപയ്ക്ക് ജോലി എടുക്കുന്നുണ്ടാവാം. അതാണ് സംഭവിക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ടൗണിലെ എല്ലാ ഹോസ്പിറ്റലുകളുടെയും മേലെ ഇതുണ്ട്. നേരത്തെ എല്ലാ ബിൽഡിങ്ങിൻ്റെയും ടെറസിന് മേലെ ഈ MLT കോഴ്സാണ് ഉണ്ടായിരുന്നത്. BSS ആയിരുന്നു അംഗീകാരം കൊടുക്കുക. അപ്പോൾ BSSൻ്റെ സർട്ടിഫിക്കേഷൻ എന്താണ് വാല്യൂ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് ഒരു കൃത്യമായ ഗൈഡൻസ് ഈ A+ എടുക്കുന്ന മുഹമ്മലി, ഞങ്ങളൊരിക്കലും സ്വകാര്യ സംഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മലിക്ക് പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഞാൻ പറയുകയാണ്. +2 10th നല്ല മാർക്ക് ലഭിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സയൻസ് എടുക്കണം. അങ്ങനെ സയൻസിന് കമ്പൽ ചെയ്ത് ടീച്ചർ നിർബന്ധിച്ച് സയൻസിന് എടുപ്പിക്കുന്നു. അങ്ങനെ 1 വർഷം സയൻസ് പഠിച്ചിട്ടും അദ്ദേഹത്തിന് ഇത് പഠിക്കാൻ പറ്റാതെ വന്നപ്പോൾ റോഡ് നോട്ട് ടേക്കണിൻ്റെ വ്യാഖ്യാനം, പരീക്ഷയ്ക്ക് റോഡ് നോട്ട് ടേക്കൺ എന്ന കവിതയുടെ ആസ്വാദനം എഴുതുമ്പോൾ എനിക്കൊരു വഴിയും കിട്ടിയില്ല എന്ന് എഴുതിയത് തൊട്ട് അത് തിരിച്ചറിഞ്ഞ ഒരു അധ്യാപകൻ അദ്ദേഹത്തെ വീണ്ടും അടുത്ത വർഷം +1 ഹ്യൂമാനിറ്റീസിലേക്ക് ചേർക്കുന്നത് തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ മാറ്റം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് തിരിച്ചറിയാൻ കഴിയുന്ന അധ്യാപകൻ ഒരേ ഒരാളായിരുന്നു. ബാക്കി ആ സ്റ്റാഫ് റൂമിലെ മുഴുവൻ അധ്യാപകരും ചേർന്നിട്ട് നിങ്ങൾ ഈ ഉത്തരം എഴുതിയത് അധ്യാപകർ അപമാനിക്കുകയാണ് എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, അത് ഇൻറ്റേൺഷിപ്പുകളാവട്ടെ, വ്യത്യസ്ത തരത്തിലുള്ള കോഴ്സുകളാവട്ടെ, ഈ NPTEL കയറുമ്പോൾ ധാരാളം കോഴ്സുകൾ കാണുന്നുണ്ട്. നമ്മുടെ എത്ര കുട്ടികൾ അത് കാണുന്നുണ്ട്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിനോദ് സാർ ഒരിക്കൽ സംസാരിക്കുമ്പോൾ പറയുണ്ടായി, ഈ ഓൺലൈൻ കാലത്ത്, കോവിഡ് കാലത്ത് വിവിധ ഈ സോഫ്റ്റ്വെയറുകളുടെയൊക്കെ ഒരു പ്രശ്നം കാരണം മാത്സ്, സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് ക്ലാസ് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ IIT-കളുടെയൊക്കെ നല്ല ക്ലാസ്സുകൾ കുട്ടികൾക്ക് എന്ത് ചെയ്തു? ആ ലിങ്കുകൾ കേൾക്കാൻ വേണ്ടി ഷെയർ ചെയ്തു. പിന്നെ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ വേണ്ട, ഞങ്ങളിത് കേട്ടോളാം എന്ന് പറഞ്ഞു എന്ന്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളെ കൺസ്യൂം ചെയ്യാനും അതനുസരിച്ച് ഈ വളരാനും തയ്യാറാകുന്ന ഒരു വലിയ പൊട്ടൻഷ്യലുള്ള ഒരു കുട്ടികളെ, ഈ സമൂഹത്തെ അതിനനുസരിച്ച് വളർത്താനുള്ളൊരു സിസ്റ്റം, അത് അധ്യാപകരുടെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, മറിച്ച് അതിനനുസരിച്ചുള്ള ഒരു സിസ്റ്റം രൂപപ്പെട്ട് വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് ഈ KS പോലെ ഒരു കേരള എഡ്യൂക്കേഷണൽ സർവീസ് കൊണ്ടുവരണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അത് ഒരു ഉട്ടോപ്യൻ ആശയമായിരിക്കും ഒരു പക്ഷേ. കാരണം അധ്യാപകർ വളർന്നു വന്ന് ഒരുപാട് കാലത്തൊരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് മാത്രം ഉണ്ടാക്കേണ്ട, കുറച്ചുകൂടി ടാലൻ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി യൂത്ത് ആയിട്ടുള്ള, കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഈ വിദ്യാലയങ്ങളുടെ നടത്തിപ്പിലേക്ക് കയറി വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നടത്തിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുള്ളത്, ഒരു HMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എനിക്ക് തോന്നുന്നത് ഈ ഫോമുകൾ ഫില്ല് ചെയ്യുകയും ഈ സ്പാർക്കിൻ്റെ രജിസ്ട്രേഷനും ഇങ്ങനെ തുടങ്ങുന്ന ഈ വ്യവഹാരങ്ങൾക്ക് വരണം. സ്കൂളിൻ്റെ അക്കാദമിക കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു അക്കാദമിക തലവൻ എന്ന തരത്തിലേക്ക് എത്രത്തോളം നമ്മുടെ അധ്യാപകർക്ക് മാറാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് സൈരൻ സാർ ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിലെ നോളജ് എക്കോണമി മിഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കേരള നോളജ് എക്കോണമി മിഷനൊക്കെ മുന്നോട്ട് വെക്കുന്ന വലിയ കൺസെപ്റ്റുകളും ആശയങ്ങളും ഒക്കെ നമ്മളെ വലിയ അർത്ഥത്തിൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമുക്ക് സമൂഹത്തിന്, വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒക്കെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നിടത്ത് വലിയ പങ്കുണ്ട് എന്നാണ് SSF കരുതുന്നത്. വെഫി പോലും കരുതുന്നത് അത്തരത്തിലാണ്. ഭാഷയുടെ പഠനമായാലും ഈ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെയൊക്കെ ഭാഷ പഠിപ്പിച്ചിട്ടുള്ളത് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വായിച്ചു പോയാൽ മാത്രം കാലം നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈസ് എവിടെയാണ്, വാസ് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇപ്പോഴും നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഈസാണോ വാസാണോ അവിടെ ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്യാപ്പുകൾ, ഈ ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യാൻ, കുട്ടികൾക്ക് ആവശ്യമായ സ്കില്ലുകൾ നൽകാൻ, കുട്ടികളെ ഇത്തരത്തിലുള്ള ഈ സ്കാമുകളിൽ പെട്ടുപോകാതിരിക്കാൻ അത് ഏറ്റവും പ്രധാനമാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലൊന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ലോണിനെ കുറിച്ചാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് 20-30 ലക്ഷം ലോൺ എടുത്തിട്ട് കയറിപ്പോവുകയും അവിടെ നിങ്ങൾക്ക് IELTS വേണ്ട, TOEFL വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ കയറി വന്നാൽ മതി എന്ന് പറയുകയും 30 ലക്ഷം രൂപ കൊടുക്കുകയും അവിടെ ചെല്ലുകയും എന്നിട്ട് അവസാനം ജോലിയില്ല, ഇവിടെ കലാപാണ് കേസ് എന്ന് വീഡിയോ ചെയ്യുക എന്ന് മാത്രമായി വരികയും കുറച്ച് റീൽ ഇരിക്കാം, കുറച്ച് കോട്ടിടാം, ഫോട്ടോ എടുക്കാം, ഇതാണ് പുറത്തു പോയാലുള്ള ഇത് എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടാവുകയും അതേസമയം ഡാഡൊക്കെ വാങ്ങി അല്ലെങ്കിൽ മറ്റ് ഫുൾ സ്കോളർഷിപ്പുകൾ വാങ്ങിയിട്ടൊക്കെ പോകുന്ന എത്രയോ കുട്ടികൾ നമുക്കിടയിൽ നിന്നുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ട ഈ വെഫിയെ പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പൊക്കെ വാങ്ങി പോയിട്ടുള്ള ആളുകൾ അവർ പാരലൽ കോളേജുകളിൽ പഠിച്ചവരായിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടുള്ള പാരലൽ കോളേജുകളിൽ പഠിച്ചവരാണ് പിന്നീട് ഫുൾ ബ്രൈറ്റ് പോലെയുള്ള സ്കോളർഷിപ്പുകൾ വാങ്ങി പോകുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു ഗൈഡൻസ്, അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഗൈഡൻസിൻ്റെയോ ഒരു മെൻറ്ററിങ്ങിൻ്റെയോ ഒക്കെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള ഈ മെൻറ്ററിങ് നമുക്ക് ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും എത്തിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം ഉണ്ടാകണം എന്നാണ് തോന്നുന്നൊരു കാര്യം. ദീർഘിപ്പിച്ചെങ്കിൽ സോറി.
നമ്മുടെ സ്കിൽ റിലേറ്റഡ് ആയിട്ട്, അതായത് ബിവോക്ക് കോഴ്സുകളൊക്കെ ഉണ്ടാകുന്നത് കുട്ടികൾ ഈ 3 വർഷത്തെ 4 വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴേക്ക് അന്ന് എനിക്കിത് വെച്ചൊരു ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന തോന്നൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ ഉള്ള കരിയർ കൗൺസിലേഴ്സൊക്കെ കൈമാറിയ ഒരു സാധനമുണ്ട്. കുട്ടികൾ വന്ന് +2 കഴിഞ്ഞ കുട്ടിക്ക് ഡിഗ്രി പഠിക്കേണ്ട, പെട്ടെന്ന് ഒരു കോഴ്സ് ചെയ്തിട്ട് ഒരു ജോലിയിലേക്ക് പോകണമെന്നുള്ളതാണ്. അപ്പം അതിന് നമ്മുടെ ഭാഗത്ത് ഔദ്യോഗികമായി സർക്കാർ നടത്തുന്ന സംവിധാനങ്ങളിൽ എത്രത്തോളം അതിന് സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെവിടെ പോകുന്നു, മറ്റേതെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ഇത്തരം കോഴ്സുകളിലേക്ക് പോകുന്നു. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊന്നും അവരുടെ സംസ്ഥാനത്തിന് പുറത്ത്, നോർത്ത് ഇന്ത്യയിലാണ് ഇത്തരം യൂണിവേഴ്സിറ്റികളൊക്കെ കൂടുതൽ. ഈ ബിവോക്കിൻ്റെയൊക്കെ സംരംഭകർ എന്ന് പറയുന്നത് സുഭാരതിയും മറ്റൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ സുഭാരതി അവിടെ അവർക്ക് കോഴ്സ് ചെയ്യാനുള്ള അനുമതിയുണ്ട്, പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്യാനുള്ള അനുമതി അവർക്കില്ല. അത് ബേസ് ചെയ്തിട്ടാണ് ഇവരൊക്കെ പഠിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എങ്ങനെയാണ് ഈ പറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട് എന്ന് ജഫർസിയൻ പറയുന്നു, ഈ ഗ്യാപ്പ് നമുക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുക? അത് സരീൻ സാറാണോ പിന്നെ നാസർ സാറാണോ ചോദിക്കേണ്ടത് എനിക്കറിയില്ല. നിങ്ങൾക്കത് ടേക്ക് ഓവർ ചെയ്യാം. നമ്മുടെ ഗ്യാപ്പ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് സ്കില്ലിങ്ങിൽ ആണ് നമ്മൾ പിന്നോക്കം എന്നുള്ളതെന്ന് പറയുന്നത്. ലോകത്ത് മുഴുവൻ സ്കില്ലിങ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് വലിയ ചർച്ച നടക്കുന്നൊരു സമയമാണിത്. നമ്മൾ മോശമല്ലാത്ത രീതിയിൽ ആ സ്കില്ലിങ് എന്ന് പറയുന്നതിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പൊതുബോധത്തിന് ഇപ്പോഴും കേരളത്തിൻ്റെയൊക്കെ ഒരു പൊതുബോധം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ കാലത്ത് എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് കഴിയണം, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ PDCക്ക് കയറണം, അതല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ +2 ചേരണം, അത് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകണം, പിന്നെ നാട്ടിൻ പുറത്തുകാരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു മാഷാവണം, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ. അങ്ങനെ അങ്ങ് പോവാം. എന്തിന് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളൊരു കാര്യമൊന്നും അന്ന് അറിയില്ല. ഈവൻ സാറ് പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യത്തെ 2 ഉദ്ദേശങ്ങളും കഴിച്ച് 3ാമത്തെ ഉദ്ദേശം എന്ന് നമുക്ക് പറയാവുന്ന വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തൊഴിൽ, അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിക്ക് സഹായകമാകുന്ന രീതിയിലുള്ള ഒരു മനുഷ്യ സമൂഹത്തിനെ, സിറ്റിസൺഷിപ്പിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം പുതിയ കാലഘട്ടത്തിലും നമ്മളുടെ ഒരു പൊതുബോധമായിട്ട് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ പൊതുബോധമായി മാറുന്നതിന് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കൂടിയിരിപ്പുകളും, ഇവിടെയൊക്കെ എല്ലാവരും കുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോയി, ഇപ്പോൾ ഇവിടെയുള്ള സ്റ്റാളുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും ആ പൊതുബോധത്തിന് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആലോചനകളല്ല നടക്കുന്നത്. എങ്ങനെയെങ്കിലും അവർ ഏതെങ്കിലും ഒരു കോഴ്സിന് ഇവിടെ നിന്ന് കയറ്റി വിടണം, 10-30 ലക്ഷം രൂപ കയ്യിലാക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് എല്ലാ എക്സ്പോകളിലും നടക്കുന്നത്. മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന്, നമ്മുടെ കേരള സർക്കാർ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള വൊക്കേഷണൽ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, KDSCിൻ്റെ നേതൃത്വത്തിലൊക്കെ ഇപ്പം നടക്കുന്ന ഈ സ്റ്റാർട്ടപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുതിർന്നവർക്ക് നടക്കുന്നത് പോലെ തന്നെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് തന്നെ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള അവരുടെ ഇന്നോവേഷൻസും സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള കട്ടിങ് എഡ്ജ് ടെക്നോളജിയിലേക്കൊക്കെ തന്നെ കുട്ടികളെ മെല്ലെ മെല്ലെ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നിവിടെ അങ്ങോട്ട് മുറിച്ചിട്ട് ഇത് തുടങ്ങുക എന്നുള്ള രീതിയിൽ നമുക്ക് മറ്റൊന്നിലേക്ക് ചാടാൻ കഴിയില്ല. കാരണം പൊതുവിദ്യാഭ്യാസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിങ്ങനെ ഒരു ട്രാൻസിഷനലാണ്. ഒന്നിൽ നിന്ന് മെല്ലെ ഇങ്ങനെ മറ്റിലേക്ക് അങ്ങ് കയറുക എന്ന രീതിയിലേക്ക് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി എന്നുള്ളതാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ടയർ മാറ്റണമെങ്കിൽ നമുക്ക് വണ്ടി നിർത്തിയിട്ട് ചെയ്യാൻ കഴിയില്ല. ഓടിക്കൊണ്ടിരിക്കുമ്പം തന്നെ അതിൻ്റെ ടയർ മാറ്റണം. കാരണം അങ്ങനെ പൊതുവായിട്ട് പോകുന്നൊരു സംഭവമാണ്. ഈ യഥാർത്ഥത്തിൽ സ്കില്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇന്ന് വരെ സ്കില്ലിംഗ് ഇല്ലാത്ത ഒരു പിന്നെ കരിക്കുലത്തിലേക്ക് നാളെ മുതൽ നമുക്ക് സ്കില്ലിംഗ് തുടങ്ങണമെന്ന് വിചാരിച്ചാൽ കഴിയില്ല. മറിച്ച് ഘട്ടം ഘട്ടമായിട്ട് ഇതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡിസൈൻ തിങ്കിങ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പം പ്രീ സ്കൂൾ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. നേരത്തെ ചൈനയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നത് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം നോളജ് മിഷനാണെങ്കിലും സ്റ്റാർട്ടപ്പ് മിഷനും KDSC പോലെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാണ്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും YIP പോലെയുള്ള യങ് ഇന്നോവേറ്റീവ്സ് പ്രോഗ്രാം, ഇൻസ്പയർ എന്ന് പറയുന്ന പ്രോഗ്രാം. ഇപ്പം കോഴിക്കോട് തന്നെ ഞങ്ങളുടെ ഡയറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നൊരു പ്രോഗ്രാം, ലോഞ്ച് എന്ന് പറയുന്നൊരു പ്രോഗ്രാം. 400 കുട്ടികളാണ് അതിലുള്ളത്. 400 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ. അവർ ചെയ്യുന്നത് സ്പേസ് റിസർച്ചാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റാർട്ടപ്പുകൾ എന്നൊക്കെ പറയുന്നത് സ്കൂൾസ് ആർ ദ ക്രാഡിൽ ഓഫ് ദിസ് ഓണ്ടർപ്രണർഷിപ്പ്. സാറ് പറഞ്ഞല്ലോ, ഓണ്ടർപ്രണർഷിപ്പുകളാണ് നമ്മൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഡോക്ടർ ആവുക എന്ന് പറഞ്ഞെങ്കിൽ ഏതോ ഒരു ആശുപത്രിയുടെ മുതലാളിയുടെ തൊഴിലാളിയാവുക എന്നുള്ളതാണ്. മറിച്ച് അനേകം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സംരംഭകരായിട്ട് നമ്മുടെ കുട്ടികളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർ ഹയർ എഡ്യൂക്കേഷനിൽ എത്തിയിട്ട് ചെന്നാൽ മതിയാവില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. പകരം അവരെ പ്രൈമറി ക്ലാസ്സുകളിൽ തന്നെ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ തൊട്ടിലുകളിലിട്ടിട്ട് ആട്ടിയിട്ട് വളർത്തിയെടുത്താൽ മാത്രമേ അവരൊരു
12ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് മികച്ച ഓണ്ടർപ്രണേഴ്സായിട്ടും നമ്മൾ പറയുന്ന വൊക്കേഷണലൈസേഷനിലേക്കൊക്കെ വരുള്ളൂ. അത് കേരളത്തിൽ നല്ല മാതൃകയാണ്. വലിയ വിവാദം ശശി തരൂരിൻ്റെ പ്രസ്താവനയൊക്കെ ആയിട്ട് വന്ന് നമുക്കറിയാം. കേരളത്തിൽ ഭയങ്കര ചേഞ്ച് ഈ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ്, ഞാൻ തന്നെ കഴിഞ്ഞ വർഷം MSSE എന്ന് പറയുന്ന മോഡൽ സ്പേസ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 3 മേഖലാ സ്റ്റാർട്ടപ്പുകൾ നടത്തി. അതിലൊന്ന് തിരുവനന്തപുരം വുമൻസ് കോളേജിലും, ഒന്ന് പാലക്കാട് പോളിടെക്നിക്കിലും, ഒന്ന് കണ്ണൂർ വെച്ച് നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് ഓരോ സ്ഥലത്തും 150 കുട്ടികൾക്കാണ് ഞങ്ങൾ പ്രവേശനം കൊടുത്തിട്ടുള്ളത്. ആ 150 കുട്ടികൾ ആ 2 ദിവസം കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങളും ഇന്നോവേഷൻസും തന്നെ എത്രത്തോളം നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വേണ്ടത് നമ്മൾ പറയുന്നത് പോലെ തന്നെ അതിനനുയോജ്യമായ രീതിയിലുള്ള മെൻറ്ററിങ് കുട്ടികൾക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടതുണ്ട്. നമ്മൾ പറയുന്ന കൺവെൻഷനലായിട്ടുള്ള പൊതുബോധത്തിനെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ നിരന്തരം സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കുട്ടികൾക്ക് മെൻറ്ററായിട്ട് ആക്ട് ചെയ്യേണ്ട അധ്യാപകരെ അതിനനുസരിച്ച് കപ്പാസിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. ഈ 4 ഘടകങ്ങൾ കൂടി വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ലോകത്തും തന്നെ ഏറ്റവും മികച്ച മാൻ പവറുള്ള ഒരു പ്രദേശം എന്നുള്ള നിലക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഒരു യങ് ജനറേഷന് വളരെ വലിയ രീതിയിലുള്ള ഒരു നമുക്ക് പറയില്ല അഭൂതപൂർവമായിട്ടുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾക്ക് നന്ദി കുറിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുറേ പ്രോഗ്രാമുകൾ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തു വരുന്നുണ്ട്. ഇൻസ്പയർ പോലെയുള്ള YIP പോലെയുള്ള പിന്നെ കുറേ പ്രോഗ്രാമുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ പ്രൈമറി തലം മുതൽ സീനിയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികളെ ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല ഗവൺമെൻറ് അടുത്ത ഘട്ടത്തിൽ ഈ ഒരു കരിക്കുലത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഒരു 50-50 നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇതുവരെ ഇപ്പോൾ ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം 4:30 വരെ മുഴുവൻ സമയം അക്കാഡമിക് സബ്ജക്റ്റുകളാണ് പഠിക്കുന്നതെങ്കിൽ അത് മാറിയിട്ട് ഒരു ഉച്ചവരെയുള്ള, ഞാൻ പറയുന്ന ഒരു പകുതി സമയമെങ്കിലും അക്കാഡമിക് സബ്ജക്റ്റുകളും അതോടൊപ്പം തന്നെ സ്കില്ല് സബ്ജക്റ്റുകളിലേക്ക് മാറുന്ന രീതിയിലേക്ക് അടുത്തൊരു 3-4 വർഷം കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം നാഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എല്ലാ ബ്ലോക്കുകളിലും ആർക്കും ഏത് തൊഴിലധിഷ്ഠിത കോഴ്സുകളെ, അതായത് നമ്മൾ പറയുന്ന ജിഗ് എക്കോണമി എന്ന് പറയുന്ന നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിലവസരങ്ങളാണ്. പണ്ടത്തെ എൻ്റെ ഒന്നും മാതിരി എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് 25 വർഷം അധ്യാപകനായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല. 6 മാസം 8 മാസം അല്ലെങ്കിൽ പരമാവധി 2 വർഷമൊക്കെ ആയിരിക്കും നിങ്ങളൊരു കമ്പനിയിലോ ഒരു സംവിധാനത്തിലോ ജോലി ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ഇക്കോണമി യിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെയാണ് വേണ്ടത്. നിരന്തരം നമ്മളുടെ സ്കില്ലുകളെ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ഒറ്റ സ്കില്ലുമായിട്ട് എനിക്ക് മീൻ പിടിക്കാൻ അറിയാം, ഞാൻ കാലാകാലവും മീൻ കച്ചവടക്കാരനായിട്ട് പോയിക്കൊള്ളാം എന്നുള്ളത് ഇത് നടക്കില്ല. മീൻ പിടിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും ആധുനികമായിട്ടുള്ള റഡാർ ടെക്നോളജിയും സ്പേസ് ടെക്നോളജിയും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് മീൻ പിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു മുക്കുവൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരമ്പരാഗത ജോലി ചെയ്യുന്ന ആൾക്ക് പോലും അയാളുടെ തൊഴിൽ നിലനിർത്തണമെങ്കിൽ പുതിയ ജിഗ് കോഴ്സുകളിലേക്ക്, ഇവിടെ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു, അത്തരത്തിലുള്ള ഷോർട്ട് ടേം കോഴ്സുകളിലേക്കും കാര്യങ്ങളിലേക്കും പോകണം. അതിനുള്ള ധാരാളം സാധ്യതകൾ യൂണിവേഴ്സിറ്റികൾക്ക് പുറമെ എല്ലാ സംവിധാനങ്ങളും അത് വരികയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഈവൻ പ്രൈമറി തലത്തിൽ പോലും ഇത്തരത്തിലുള്ള ചെറിയ പ്ലഗ് ഇൻ കോഴ്സുകൾ എന്ന് പറയുന്നത് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങുന്നതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്ക് ഒരുപാട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും നമ്മുടെ സമയത്തിൻ്റെ അപര്യാപ്തത മൂലം ഞാൻ 1-2 ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. സരിൻ സാറിനോട് നമ്മൾ NEP പ്രകാരം ഈ പറഞ്ഞ വൊക്കേഷണൽ കോഴ്സസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. NEP പ്രോത്സാഹിപ്പിക്കുന്നത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് തന്നെയാണ്. പലപ്പോഴും കേന്ദ്രം കൊണ്ടുവരുന്ന പല വിഷയങ്ങളോടും കേരളം സ്വീകരിക്കുന്ന കേരളത്തിൽ നടക്കൂല എന്ന് അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ടാവും. പക്ഷേ ആ പൊളിറ്റിക്സ് എല്ലാം കൊണ്ടുവരുന്നത് NEP പ്രകാരം ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സ്കൂളുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇപ്പോൾ നിലവിൽ അത് CBSE സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ CBSEയുടെ ഭാഗമായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. മറ്റേതെനിക്ക് അറിയാത്തതുകൊണ്ടാണ്, ഒരു ആരോപണമല്ല. CBSEയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഇൻ്റഗ്രേഷൻസ് നടക്കുന്നുണ്ട്, പ്രിൻസിപ്പൽമാരുടെ ട്രെയിനിങ് നടക്കുന്നുണ്ട്, സിലബസിൽ ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. NEP കാണുന്ന ഈ ലക്ഷ്യം കാണുന്ന വൊക്കേഷണൽ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലേക്ക് CBSE നീങ്ങുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സിലബസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിൽ ആ രീതിയിലുള്ള ഒരു മാറ്റം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞോ? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ, ഒരു ഭരണകൂടം ആ രാജ്യത്തിൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുതി വയ്ക്കൽ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൺസെപ്റ്റാണ്. നിർഭാഗ്യവശാൽ NEP കൂടുതൽ രാഷ്ട്രീയ പ്രേരിതമായതിൻ്റെ ഒരു അപകടം നമ്മളിപ്പോൾ ഏറ്റവും അവസാനത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളിലും കാണുന്നുണ്ട്. എന്നാൽ അതിലെ ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങളെ പറ്റി പറയുന്ന ഭാഗങ്ങളോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ വളരെ കൃത്യമായി ഈ പ്രായത്തെ മനസ്സിലാക്കുകയും ഈ കാലഘട്ടത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ
സാങ്കേതികത്വവും ഉൾക്കൊള്ളുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ 10ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു പരീക്ഷ, തുടർന്ന് വീണ്ടും 12ാം ക്ലാസ് കഴിയുന്ന ഒരു പരീക്ഷ, അതിൻ്റെ പ്രായോഗികതയേക്കാൾ കൂടുതൽ അതൊരു കുട്ടിക്ക് ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം എന്താണ് എന്നുള്ളതും, ഒരു പക്ഷേ 10 എല്ലാം എന്നും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ 12 എല്ലാം എന്നും തോന്നലുണ്ടാക്കുന്ന വിധം ആളുകളെ പ്രഷറൈസ് ചെയ്യുന്നതിൻ്റെ ഒരു സിറ്റുവേഷനും, എന്നാൽ യോഗ്യത, തുടർ പഠനത്തിനുള്ള യോഗ്യത മാത്രമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് എന്നുള്ള ബോധം പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഇല്ലാതെയായി പോകുന്നതിൻ്റെയൊക്കെ ഒരു അപകടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇയർ 8 ഒരു എക്സിറ്റ് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ 9ഉം 10ഉം 11ഉം 12ഉം കൂടി ഒരു, നമ്മളിപ്പോൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്ന് പറയുന്നതൊക്കെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. പ്രൈമറി, പ്രാഥമികമായിട്ടുള്ള അറിവും കഴിവും നമുക്ക് ഒരു ആ പ്രായത്തിലുള്ള മക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ പ്രൈമറി എന്ന് വിളിച്ചത്. അതിന് ലോവർ പ്രൈമറി ഉണ്ടായി, അപ്പോൾ അത് LP ആയി. അപ്പർ പ്രൈമറി ഉണ്ടായി, അപ്പോൾ UP ആയി. 1ാം ക്ലാസ് മുതൽ 4, 5ാം ക്ലാസ് മുതൽ 7. അത് കഴിഞ്ഞ ശേഷം ഹൈ, കുറച്ചുകൂടി ഉയർന്നത് എന്നുള്ള അർത്ഥത്തിൽ. ഈ ഹൈ സ്കൂൾ എന്നുള്ളതിൻ്റെ പേര് വേറെ ഏത് തരത്തിൽ വേണമെങ്കിലും ഇടായിരുന്നു. പക്ഷേ സ്കൂളിങ്ങിലെ ഹൈ ആയിട്ടുള്ള കാര്യം എന്നാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ടത്. സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതും കൂടി വലിയൊരു അർത്ഥം തന്നെയാണ്. അപ്പോൾ സ്കൂളിങ്ങിലെ ഹൈ ആയിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കുന്ന 8ഉം 9ഉം 10ഉം. അത് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി, അതുക്കും മേലെ അല്ലേ, അതല്ലേ അതിൻ്റെ മലയാളം. ഹയർ സെക്കൻഡറിയുടെ മലയാളം എന്ന് ചോദിച്ചാൽ അതുക്കും മേലെ തന്നെയാണ്. എന്തിൻ്റെ മേലെ? ഹൈയുടെ മേലെ. അപ്പോൾ അത് 2 വർഷം എന്നായി. പിന്നെ അത് കഴിഞ്ഞുള്ള മറ്റ് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ അകന്നുപോയും അതിൻ്റെ അർത്ഥം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതൊക്കെയാണ് യഥാർത്ഥ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 8ാം ക്ലാസ്സിലൊരു എക്സിറ്റ് എക്സാം കഴിഞ്ഞാൽ പിന്നെ കുറേ മോഡ്യൂളുകളാണ് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട്, അതിനെ പല ക്ലസ്റ്ററുകളൊക്കെ ആക്കി അങ്ങനെയൊക്കെ 4 വർഷത്തേക്ക് ഈ കുട്ടിക്ക് വലിയ അപകടങ്ങളില്ലാതെ കുറച്ചുകൂടി സ്വൈര്യമായി സ്വസ്ഥമായി ചിന്തിച്ചും ചിന്തിപ്പിച്ചും, നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻഷ്യൽ എന്നുള്ള അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയുമൊക്കെ തെളിയാൻ പറ്റുന്ന ഒരു അവസരം സൃഷ്ടിക്കപ്പെടും. അവൻ്റെ 18ാമത്തെ വയസ്സിൽ ഹയർ സെക്കൻഡറി കഴിയുമ്പോൾ +2. ഈ +2 എന്ന് പറയുന്നത് 10ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അല്ലേ? അങ്ങനെ മൊത്തം 12 കൊല്ലമാണ് എന്നുള്ളതിൻ്റെ 10+2 ആണ് ഈ +2. അത് 8+4 ആകാം എന്നുള്ളതാണ് NEP മുന്നോട്ട് വയ്ക്കുന്നത്. 12 എന്നുള്ളതിനെ നമുക്ക് പൊളിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ആ പ്രായത്തിനെ അങ്ങനെ തന്നെയാണ് അടയാളപ്പെടുത്തി അതിൻ്റെ കാര്യങ്ങളെ കൊണ്ടുവന്നിട്ട്. പക്ഷേ 15 വയസ്സിൽ ഉണ്ടായിരുന്ന ബോധം ഒരു കുട്ടിക്ക് 11 വയസ്സിലും 12 വയസ്സിലും കഴിഞ്ഞ 10-20 കൊല്ലം കൊണ്ട് ഉണ്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ 10ാം ക്ലാസ് 15ാമത്തെ വയസ്സിലോ 16ാമത്തെ വയസ്സിലോ പാസ്സാവുന്നതിൻ്റെ ആ ബോധത്തിൻ്റെ ഒരു തലമല്ല ഇപ്പോൾ 11 വയസ്സിലും 12 വയസ്സിലൊക്കെയുള്ള ഒരു കുട്ടിക്ക്. അത് ഏകദേശം മാച്ചിങ് ആണ്. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തി തന്നെ പോകണ്ടേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രായത്തെ ഘടകമാക്കിക്കൊണ്ട് തന്നെ സ്കൂളിങ്ങിനെ, വിദ്യാഭ്യാസത്തിനെ എങ്ങനെ മാറ്റണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് സർക്കാർ അതിലൂടെ സ്ട്രക്ചറലായ മാറ്റത്തിലൂടെ പറയുന്നത്. എങ്കിൽ എന്ത് പഠിപ്പിക്കണം എന്നുള്ളതിലെ അപകടകരമായ കാര്യങ്ങളെ പറ്റിയാണ് അതിൻ്റെ കണ്ടന്റ് എന്നുള്ള രീതിയിൽ, സിലബസ് എന്നുള്ള രീതിയിൽ വരുന്നത്. അത് സ്റ്റേറ്റ് സ്പോൺസേർഡ് സിലബസ് എന്ന് പറഞ്ഞാൽ അതാണ് സത്യം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കൽ മാത്രമാണ്. അങ്ങനെ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന സിലബസ് ആയാലും റിലീജിയൻ ആയാലും എന്തായാലും അത് ആ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അർത്ഥം രാജ്യം, നാഷൻ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അപകടം തന്നെയാണ്. ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യത്തിൻ്റെ എല്ലാതരം ഡൈവേഴ്സിറ്റിയെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനം തന്നെ വീണ്ടും വീണ്ടും ഇവിടെ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ചിലതൊന്നും ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയാൻ സംസ്ഥാനത്തിന് അവകാശമുള്ളത്. എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു കൺകറൻറ്റ് ലിസ്റ്റ് സബ്ജക്റ്റാണ്. ഭരണഘടനാപരമായി പറയുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും നിയമനിർമ്മാണം നടത്താൻ സ്പേസ് ഉള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഒരു നിയമനിർമ്മാണം നടത്തിയത്. എന്താ നിയമനിർമ്മാണം? കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ ഏറ്റവും അവസാനം സ്വകാര്യ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന് ആരാ പറയുന്നത്? ഒരു ഇടതുപക്ഷ സർക്കാരാണ് പറയുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മൂല്യച്യുതി എന്നും നിങ്ങൾ പണ്ട് എതിർത്തതല്ലേ എന്നൊക്കെ ആയിരുന്നു ചോദ്യവും ചർച്ചയും. ഒരു പക്ഷേ കേരളത്തിൻ്റെ ഇടതുപക്ഷം
കേരളത്തിൻ്റെ അടുത്ത 30 കൊല്ലത്തിലേക്ക് കണക്ക് കൂട്ടി തയ്യാറാക്കിയ ഒരു കർമ്മ പദ്ധതിയുടെ പേരാണ് ഈ ബില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തിനെയായിരുന്നു എതിർത്തത് എന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, കച്ചവടം നടത്താൻ വേണ്ടി വിദ്യാഭ്യാസത്തിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു സിദ്ധാന്തത്തെ മുന്നോട്ട് വെച്ച് ഭരണം അവസാനിക്കുന്ന സമയത്ത് ഒരു പഠനത്തിൻ്റെയും അടിസ്ഥാനമില്ലാതെ ഒരു ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സമ്മിറ്റ് GES എന്ന് പറയുന്ന ഒരു സാധനം ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ വിളിച്ചു ചേർത്ത് വിദേശങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് കേരളത്തിൽ യൂണിവേഴ്സിറ്റി തുടങ്ങാമെന്ന് പറഞ്ഞാൽ ആ പരിപാടി ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞ് ഇടതുപക്ഷം എതിർക്കും. അത് ഇടതുപക്ഷത്തിൻ്റെ എതിർപ്പിൻ്റെ ആ സ്വഭാവം കേരളത്തിൻ്റെ നല്ലതിനെ പ്രതിയാണ്. എന്നാൽ വിദേശത്ത് കൃത്യമായ ഇടപെടൽ നടത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവർ നൽകുന്ന പ്രപ്പോസലിൻ്റെ മെറിറ്റിനനുസരിച്ച് അവർ കെട്ടിവെക്കുന്ന തുകയുടെ എന്താ പറയുക, അതിൻ്റെ കൃത്യമായ ഒരു നിയമം നിർമ്മാണം നടത്തിയ ശേഷം അത്തരം സർവകലാശാലകൾ കേരളത്തിൽ വരുന്നത് കൊണ്ടുണ്ടാകാൻ പോകുന്ന മാറ്റം ഇന്നത്തെ ലോകത്തിന് വേണ്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ്. നേരെ മറിച്ച് നമ്മുടെ സർവകലാശാലകളെ മുഴുവൻ ഈ ട്രാൻസ്ഫോർമേഷന് വിധേയമാക്കാൻ വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന 5-8 കൊല്ലത്തിൻ്റെ എങ്കിലും സമയത്തെ നമുക്ക് ഒരേ സമയം ലാഭിക്കാൻ കൂടി സാധിക്കും. അത് നടക്കേണ്ടത് തന്നെയാണ്, അതിലൊരു തർക്കമില്ല. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടുള്ള യൂണിവേഴ്സിറ്റി തലത്തിലുള്ള സംവിധാനങ്ങളുടെ പൊളിച്ചെടുത്ത് കേരളത്തിൽ സംഭവിച്ചേ പറ്റൂ, അതിലൊരു തർക്കമില്ല. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ്റെ രീതി മാറണം. പക്ഷെ അത് മാറ്റുന്നത് വരെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് പാരലായി പോകേണ്ടുന്ന ഒരു സിസ്റ്റത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അത് കോമ്പറ്റീറ്റീവായി മാറുകയും ചെയ്യാനുള്ള വലിയൊരു ബോൾഡ് സ്റ്റെപ്പാണ്. അത് നടപ്പിലാക്കാൻ ഈ സർക്കാരിൻ്റെ അടുത്ത 1 വർഷത്തെ കാലാവധിക്കുള്ളിലുള്ള സമയം കൊണ്ട് കഴിയില്ല. അവിടേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2026 കേരളം ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുന്നുണ്ട്. 2056 100 വർഷമാകാൻ പോകുന്ന ഒരു കേരളത്തെ പറ്റി സ്വപ്നം കാണണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇതിനെയൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ആര് വേണം എന്ത് വേണം ഇവിടെ എന്ന് തീരുമാനിക്കാൻ ഈ ജനങ്ങൾക്ക് ആ അവസരം വിട്ടുകൊടുക്കുക എന്നുള്ള ഡെമോക്രാറ്റിക് മാൻഡേറ്റിനെ തന്നെയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നതിൻ്റെ പേരാണ് എലക്ഷൻ. ആ എലക്ഷൻ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സംഭവിപ്പിക്കുന്നത് നമ്മുടെ നല്ലതിനാണെന്നും നമ്മുടെ മാറ്റത്തിനാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന വിധം നമ്മളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൂടി ഉൾക്കൊള്ളേണ്ടുന്ന ഒരു മെസ്സേജ്. സാർ, ഈ ബൗദ്ധികമായ നിലവാരത്തിൻ്റെ ഉയർച്ചയുടെ കാര്യം പറഞ്ഞു. കാരണം കുട്ടികൾക്ക് അന്നത്തെ 16 വയസ്സുള്ള അന്നത്തെ 18 വയസ്സുള്ള കുട്ടികളുടെ ബൗദ്ധികമായ നിലവാരം എന്ത് ചെയ്യുന്നുണ്ട്, 14-ലും 15-ലും നമ്മുടെ കുട്ടികൾക്ക് വരുന്നുണ്ട്. SSF കഴിഞ്ഞ മാസം പത്രസമ്മേളനങ്ങൾ വിളിച്ച് മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു നമ്മുടെ വിദ്യാർത്ഥികൾക്ക് 16 വയസ്സിൽ വോട്ടവകാശം നൽകണം എന്നുള്ളത്. അപ്പോൾ അത് സാന്ദർഭികമായി അതിനോടിങ്ങനെ ചേർത്ത് പറയുകയാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടത് രണ്ടുപേരോടും, ബെർലിനിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് അലി പുത്തൂറിനോടും ജാഫർ സിയനോടും, രണ്ടുപേർക്കും 2 വീക്ഷണത്തിലായിരിക്കും അതിന് ഉത്തരം ഉണ്ടാവുക. എങ്കിൽ പോലും ചോദിക്കുകയാണ്, നമ്മുടെ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ കോളേജിയേറ്റ് വിദ്യാഭ്യാസം തന്നെ സമൂലമായി മാറ്റണം എന്നൊരു അഭിപ്രായം സാറ് പറഞ്ഞു. അതൊരു നീണ്ട പ്രോസസ്സാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഇൻപുട്സ്, എന്താണ് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഇതിൽ മാറേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, റിസർച്ചിലായാലും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിലായാലും? നമ്മളെ ഹയർ എഡ്യൂക്കേഷൻ്റെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെപ്യൂട്ടഡായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിഷൻ കിട്ടുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഫുൾ ബ്രൈറ്റ് പോലെയോ അല്ലെങ്കിൽ അത്രയും കോമ്പറ്റേറ്റീവായിട്ടുള്ള ഫെലോഷിപ്പുകൾ കിട്ടുന്ന മലയാളി വിദ്യാർത്ഥികളിൽ എത്രത്തോളം ആളുകൾ കേരളത്തിൽ നിന്നുള്ള ക്യാമ്പസുകളിൽ നിന്നും വരുന്നു എന്നത് ഇതിനെ സൂചിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേ സ്ഥാനത്ത് ഇത് നമ്മളെ കുട്ടികളെ പ്രശ്നമല്ല. കാരണം നമ്മളെ കുട്ടികൾ തന്നെ അതിന് ഒരു ഇക്കോ സിസ്റ്റം ഉള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് സാധ്യമാകുന്നുണ്ട്. നേരത്തെ ജാഫർ സാർ പറഞ്ഞതുപോലെ അത് ഒരു ഭൗതിക വിദ്യാഭ്യാസ സമന്വയ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു എയ്ഡഡ് കോളേജുമായി അല്ലെങ്കിൽ അൺഎയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സാധ്യമാവുകയും, എന്നാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിൽ നിന്നും ഇത് എത്രമാത്രം സാധ്യമാകുന്നുണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട്, അതിൻ്റെ പ്രൊപ്പോർഷൻ പോലും. അപ്പോൾ എനിക്ക് നേരത്തെ ഡോക്ടർ സൈരൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു കോമ്പറ്റേറ്റീവിൻ്റെ പ്രശ്നം വളരെ പ്രധാനമായിട്ടുണ്ട്. അതായത് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത തരത്തിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായി കഴിഞ്ഞാൽ
പിന്നെ ഞാൻ റിസർച്ച് ചെയ്യേണ്ട എൻ്റെ API എന്താണ് അസോസിയേറ്റ് പ്രൊഫസർ ആവാൻ പര്യാപ്തമായ അത്രയും മാത്രം API ഉണ്ടാക്കുകയും അതിനുശേഷം പ്രൊഫസർ ആവാൻ വേണ്ടിയുള്ള API സ്കോറിൽ സംതൃപ്തിയായിരിക്കുകയും എന്നാൽ റിസർച്ച് തലക്ക് പിടിച്ച അധ്യാപകർ അക്കാഡമിക് ഡയറക്ടേഴ്സായിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവായിട്ടോ വരാത്തൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഒരു വിഷയമാണ് നേരത്തെ ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ടോപ്പറായിരുന്നു ഞാൻ എൻ്റെ ഡിഗ്രി കഴിയുന്ന സമയത്ത്. ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോഴാണ് ക്ലാസ്മേറ്റ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നു ഡിഗ്രിക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് കിട്ടിയ ആളുകൾക്ക് സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പ് ഉണ്ട്, 3200 രൂപ മാസത്തിൽ കിട്ടും. ആ സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെട്ടു, എനിക്കിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പർ എന്ന് പറയുന്നത് ക്രൈറ്റീരിയ ഒരു ഉച്ചനീചത്വം സൃഷ്ടിക്കുന്നൊരു സംവിധാനമാണ്. അത് നമ്മൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. റാങ്കിങ് എടുത്തു കളഞ്ഞു, നമ്മൾ ഗ്രേഡിങ് മാത്രമാണ് കൊടുക്കുന്നത്. അതേ സ്ഥാനത്ത് ഇത് ഒരാളുടെ വിദ്യാഭ്യാസത്തെ 2 വർഷത്തെ വിദ്യാഭ്യാസത്തെ സഹായിക്കുന്ന ഒരു സാധനമാണിത്. നമ്മൾക്കാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വയസ്സിന് ശേഷം വീണ്ടും ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട്. മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ മുഴുവൻ ഊറ്റിയെടുക്കുന്നൊരു വിഷയമാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടാതിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് എൻ്റെ PG കഴിയുന്ന സെമസ്റ്ററിൽ എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ വരുന്നു, നമ്മുടെ ടോപ്പേഴ്സ് അവാർഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്, നിങ്ങൾ വരണം. അങ്ങനെ വന്ന് സത്യത്തിൽ ഞാൻ വയനാട്ടിൽ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത് അന്ന് എനിക്ക് PG പഠിക്കുകയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായൊരു പ്രശ്നമുണ്ട്. കൃത്യം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ വന്ന് തിരിച്ചു പോകാനും ഒരു പപ്സും ലൈമും കുടിക്കാനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 200 രൂപ ചലാൻ അടക്കണം. എല്ലാ ഫ്രസ്ട്രേഷൻ ഞാൻ അവിടെ കാണിച്ചു. എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വേണം. അപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം, കാരണം ഇത് മറ്റെവിടെയെങ്കിലും ഉപകാരപ്പെടാനുള്ളൊരു സാധനം കൂടിയാണ്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഹിസ്റ്ററി പഠിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അവൻ വന്ന് ഞാനിങ്ങനെ കച്ചറുണ്ടാക്കി പോകുന്ന സമയത്ത് അവന് മനസ്സിലായി ഇത് പൈസ ഇല്ലാത്തതിൻ്റെയും കൂടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അവൻ ചലാൻ അടച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. ഇത്രയും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു വിദ്യാർത്ഥികളെ സഹായിക്കാത്ത ഒരു അഡ്മിനിസ്ട്രേഷൻ, അതിൽ തിരുത്തലുകൾ വരുത്തുന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെയുള്ളൊരു വിഷയമാണ് ഈ ഈക്വലൻസികൾ. നിങ്ങൾ ഓക്സ്ഫോർഡിൽ നിന്നും കേംബ്രിഡ്ജിൽ നിന്നും ഡിഗ്രി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഈക്വലൻസി കിട്ടണമെങ്കിൽ അതിനേക്കാൾ പ്രയാസകരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ബ്യൂറോക്രാറ്റിക് മെസ് ഉണ്ട്, അതിനകത്ത് കിടന്ന് തിരിയുന്നത് വളരെ പ്രശ്നമാണ്. അതേ സ്ഥാനത്ത് നമ്മൾ പുറത്ത് പഠിക്കുമ്പോഴുള്ളൊരു വലിയൊരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്യൂറോക്രസി എത്ര ഇതൊന്നുമല്ല. ലോകത്തെവിടെയായാലും ബ്യൂറോക്രസിക്ക് അതിൻ്റേതായൊരു മേധാവിത്വ ബോധം ഉണ്ടാവും, എമ്പതിയുടെ കുറവുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പോഴും കമ്പാരിറ്റീവ്ലി ഉള്ളൊരു മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് അവരുടെ പഠന മേഖലകളിൽ ഫോക്കസ് ചെയ്യാനുള്ള ഈ ഓഫീസുകൾ കയറി ഇറങ്ങി തീരുന്ന സമയം പോലും അവനവൻ്റെ റിസർച്ചുകളിൽ ഫോക്കസ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ കുറേയൊക്കെ മാറി വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സിൻ്റെ നിയമനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കുറേയും കൂടെ എക്സ്പോഷറുള്ള ആളുകൾ, ഡൈനാമിക് ആയിട്ടുള്ള ആളുകൾ വരുന്നതിൻ്റെ ഒരു മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ വാച്ച് കാണിച്ചുകൊണ്ട് നിർത്തിയതല്ലോ. ഓക്കെ, സെഷൻ്റെ സമയമായിട്ടെന്ന് തോന്നുന്നു. ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ സിസ്റ്റം കുട്ടികളെ കുറച്ചുകൂടി ഉൾക്കൊള്ളുകയും അവരെ വളർത്തുകയും ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഈ സിസ്റ്റം മാറേണ്ടതുണ്ട്. നമ്മുടെ റിസർച്ച് ആവട്ടെ, നമ്മുടെ ലൈബ്രറികളാവട്ടെ, ഒരു സ്ഥലത്തും ലൈബ്രറി 4 മണിക്ക് ശേഷം വർക്ക് ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും. കാരണം 5 മണി വരെയാണ് അവരുടെ വർക്കിംഗ് ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ഈ ട്രെയിനിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ഉദ്യോഗസ്ഥരെ കാണാറുണ്ട്. അപ്പോൾ അതിലുണ്ടാവുന്ന എൻ്റെ രാവിലത്തെ ഉറക്കത്തെ കളയുന്ന ആളുകൾ ഇവരുടെ സംസാരം കൂടിയാണ്. അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു കാര്യം ഈ പഞ്ചിങ് സിസ്റ്റത്തെ എതിർത്ത് തോൽപ്പിക്കണം. കഴിഞ്ഞ ദിവസം ട്രെയിനിലുണ്ടായിരുന്ന വലിയൊരു ചർച്ചയാണ്. ഈ പഞ്ചിങ് സിസ്റ്റം ഫേസ് ID വെച്ചുകൊണ്ട് ഒരു ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ. അത് വന്നാൽ അത് സ്പാർക്കുമായിട്ട് കണക്ട് ചെയ്യുമോ?
സ്പാർക്കായിട്ട് കണക്ട് ചെയ്യുന്നതിന് നിലവിൽ യൂണിയൻ എന്ത് ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. ഇത് സ്പാർക്കുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്കൊക്കെ പണിയിട്ട് കിട്ടോ. നമ്മൾ പരശുവിന് പോകേണ്ടി വരും, എഗ്മൂറിന് പോയാൽ പറ്റില്ല. ഇതാണ് ഈ ഡിസ്കഷൻ. ഞാൻ പറഞ്ഞ ഇതൊരു നമ്മുടെയൊക്കെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ബോധ്യമാണ്. ഈ ബോധ്യങ്ങളെ തകർക്കുകയും കുട്ടികളെ കുറച്ചുകൂടി ഈ ഞാൻ വീണ്ടും രാജ്യക്കുഴുക്കളിലേക്ക് ഉദ്ധരിക്കണം എന്ന് തോന്നുകയാണ്, സ്കോളേഴ്സിന് ഉണ്ടാക്കുകയും അവരിലൂടെ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരു വാർപ്പിലേക്ക്. കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് പേടിയുണ്ട്. കരിയർ ഗൈഡൻസ് പോലുള്ള കാര്യങ്ങളിലേക്ക് ഈ സിസ്റ്റത്തെ കൊണ്ടുവരുമ്പോൾ സിസ്റ്റം വളരെ റിജിഡായിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസിലേക്ക് നീ ഇതാണ് ചെയ്യേണ്ടത് എന്ന ഒരു കോഴിക്കോട് അങ്ങാടിയിലെ അലോ മുറിക്കണത് പോലെ മുറിച്ചിട്ട് ഈ കുട്ടീനെ കൊണ്ടുപോയി വെക്കാൻ ശ്രമിച്ചാൽ അതും ഇതിനേക്കാൾ വലിയ അപകടം സൃഷ്ടിക്കുമായിരിക്കും. അതിനേക്കാൾ നല്ലത് ഇപ്പോൾ കുട്ടികൾ സ്വയം കണ്ടെത്തിയിട്ട് പോകാൻ വരുന്നൊരു വഴിയായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സിസ്റ്റത്തെ മാറ്റുക എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് തോന്നുന്നത്. എനിവേ സംസാരം സമയമായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. ഞാനൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് കടമെടുക്കുകയാണ്. ഈ കേരള എഡ്യൂക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ അത്ര അബദ്ധം ആശയമൊന്നുമല്ല. ഒരു പക്ഷേ നടപ്പിലാക്കിയാൽ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സെക്ടറിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കൊച്ചു ഐഡിയയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്കിത് എവിടെയൊക്കെയാണോ പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുക അവിടെ നിന്ന് ആലോചിച്ച് നോക്കി അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതും കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. ഇത് മാത്രമല്ല, നേരത്തെ നിങ്ങൾ പറഞ്ഞ ഈ 16 വയസ്സിൽ വോട്ടവകാശം ഞാൻ 4-5 കൊല്ലമായി പല സ്ഥലങ്ങളിലും പറയുന്നതാണ്. അത് വളരെ അങ്ങനെ വേണം ചിന്തിച്ച് തുടങ്ങാൻ. കാരണം 21 വയസ്സായിരുന്നു മുൻപ് വോട്ടവകാശം. 1988 ഈ 21 18 അങ്ങനെ മാറിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതുമായ ഒരു മാറ്റം അന്ന് ആവശ്യമാണെന്നുള്ള ബോധ്യം തന്നെയാണ്. അത് 16 കൊണ്ടുവരുമ്പോൾ ശരിയാണ്, അത് വലിയ അപകടം പിടിച്ചൊരു ചോദ്യമായി മാറും. പക്ഷേ എങ്കിൽ പോലും പക്വത വയ്ക്കുന്ന പ്രായം ഏത് എന്നുള്ള ചോദ്യത്തിന് 18 എന്നുള്ളത് മാറി 16 എന്നുള്ളതായി തുടങ്ങി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ റൈറ്റ് ടു ചൂസ് എന്നുള്ളതിൻ്റെ പ്രായപരിധി, അതായത് എന്താ ഈ 18ാമത്തെ വയസ്സിലാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പുരുഷനാണെങ്കിലുള്ള അതിൻ്റെ നിയമപരമായിട്ടുള്ള അവകാശം 21-ലും സ്ത്രീക്ക് 18-ലുമാണ്. അത് റൈറ്റ് ടു ചൂസാണ്. വേണോ വേണ്ടയോ എന്ന് വെക്കാനുള്ള അവകാശം തന്നെയാണ്, അല്ലാതെ കഴിച്ചോളണം എന്നുള്ളതല്ല. അതുപോലെ തന്നെയാണ് ഡ്രൈവ് ചെയ്യാനും. ലെഫ്റ്റിലേക്കാണോ ഓടിക്കേണ്ടത് റൈറ്റിലേക്കാണോ ഓടിക്കേണ്ടത് എന്ന് അവന് അറിയാം എന്നുള്ള പ്രായമാണ് ഇത് 18 എന്ന് പറയുന്നത്. അതിപ്പോൾ കുറഞ്ഞ് 16 ആകുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് മാപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത് ആലോചിച്ച് നമ്മൾ കണ്ടെത്തേണ്ടുന്ന ഒരു ഉത്തരവാണ് എന്നുള്ളതും കൂടി സന്ദർഭവശാൽ സൂചിപ്പിക്കുകയാണ്. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷയും ഈ ഗവൺമെൻറ് സെക്ടറും പ്രൈവറ്റും തമ്മിലൊരു മത്സരം രൂപപ്പെട്ടു വന്നാൽ ഒരുപക്ഷെ അത് ഗവൺമെൻറ് സെക്ടറിനെ കൂടുതൽ ബലപ്പെടുത്തും എന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. താങ്ക് യു സോ മച്ച്. വളരെ ഫലപ്രദമാകുന്ന ഫ്രൂട്ട്ഫുള്ളായ ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു സരീൻ സർ, അബ്ദുൽ നാസർ UK, മുഹമ്മദ് അലി പുത്തൂർ and CN Jafar Sadiq.